ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുതൽ നമ്മൾ ബറോഡ കൃഷ്ണമന്ദിർ സത്സംഗ സമിതി ഭാഗവതം ഏകാദശ സ്കന്ധം സമ്പൂർണ്ണ ജ്ഞാനയജ്ഞം ആരംഭിക്കുകയാണ്. ഒരു മാസത്തിൽ അധികം നീണ്ടു നിൽക്കുന്ന ഈ ജ്ഞാനയജ്ഞത്തിൽ ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ ശ്രീ എരിമയൂർ മുരളി അവർകളാണ് ദിവസവും രാവിലെ 10 മുതൽ 11 വരെ 1 മണിക്കൂർ ഓൺലൈനായി നമുക്ക് പ്രഭാഷണം നൽകുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഭഗവത് മാഹാത്മ്യത്തിന്റെ ഭക്തിരസമാർന്ന ജ്ഞാനാമൃതം നുകരാൻ ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ജ്ഞാനയജ്ഞം ആരംഭിക്കാം. സർവം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകര സുമനസാമഗ്രേസര ശ്രീപദീ ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയം നാനാശാസ്ത്ര വിശാരദാ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. പാഗീശാദ്യാസുമനസാം സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാനാം ഹസ്തേനൈകേന പദ്മം സിതമഭിജശുഗം പുസ്തകം ചാപരേണ. ഭാസാകുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ
വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യ യതോന്വയാദിതരതച്ഛത്വേഷ്വഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഖ്യന്തി യത്തൂരയാം തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷ ധാമനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ പ്രകൃതിഭിः ശുശ്രൂഷുഭിത്തൽക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം ശുഭമുഖാതമൃതദ്രവ സംയുധം പിപത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവാ പുത്രേതി തന്മയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതി സാരമേകമധ്യാത്മദീപമതിഥിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തന്ന വിദുഃസുരാസുരഗണ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ വാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യൈമാ പുരോ വിഭുർനിർമായ ചേതേതമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സ്വരം ഋഷിഷ ഭഗവാൻ ഭജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ ഹര ഹര മഹാദേവ. ശ്രീകൃഷ്ണായ നമോ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം വേദത്തിന് തുല്യമായിട്ടുള്ള പുരാണാണ്. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്തി ചിത്തശുദ്ധിയാർജിച്ച ജീവൻ എങ്ങനെയാണ് തൻ്റെ സ്വരൂപമായിട്ടുള്ള ആ ആത്മഭാവത്തിൽ ലയിക്കുക, ആ ആത്മാനന്ദം ഏത് തരത്തിലാണ് അനുഭവിക്കേണ്ടത്, ആ അജ്ഞാനത്തിൽ നിന്ന് എങ്ങനെയാണ് ജീവനെ മോചിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമുക്കൊക്കെ മനസ്സിലാകുന്നതായിട്ടുള്ള ഭാഷയിൽ പല കഥകളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും ഒക്കെ വർണ്ണിച്ചു തരികയാണ് ശ്രീമദ് ഭാഗവതത്തില്. അതിൽ അടിസ്ഥാനമായിട്ട് ഭാഗവതം ഗ്രഹിക്കാനുള്ള യോഗ്യത ഭക്തി തന്നെയാണ്. ആ ഭക്തി ശരിയായിട്ട് നമ്മുടെ ഹൃദയത്തില് ഉദിക്കുന്ന സമയത്ത് ഈ പ്രാപഞ്ചിക വസ്തുക്കളോട് വൈരാഗ്യ ബുദ്ധി ഉണ്ടാവും. ആ വൈരാഗ്യം ദൃഢമായി തീരുമ്പോൾ ഞാൻ ആത്മാവാണ് എന്ന അനുഭവജ്ഞാനം ഉണ്ടാവും. ഈ ജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്ക് അജ്ഞാനജന്യമായിട്ടുള്ള ഈ സംസാരത്തിൽ നിന്ന് മോചനം സിദ്ധിക്കുള്ളൂ. അപ്പോ ആ അജ്ഞാനത്തിൽ നിന്ന് മോചിച്ച് ജീവൻ ജ്ഞാനപ്രാപ്തി കൈവരിച്ച് അതിൽ ഉറയ്ക്കുന്ന അവസ്ഥ ബോധിപ്പിക്കുകയാണ് ഏകാദശ സ്കന്ധത്തില്. നമ്മള് കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളിലായിട്ട് ദശമസ്കന്ധം 90 അധ്യായങ്ങള് നമ്മള് പഠിക്കാനായിക്കൊണ്ട് ശ്രമിച്ചു. അതിലൂടെ ശരിക്ക് ആ ഭക്തിയെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി തീരുന്ന സമയത്തെ നമുക്ക് ഈ പറഞ്ഞതായിട്ടുള്ള ജ്ഞാനം അനുഭവിക്കാനായിക്കൊണ്ട് കഴിയുള്ളൂ. അപ്പോൾ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി തീരുമ്പോ, ഭക്തി എന്ന് വെച്ചാല് പിന്നെ എല്ലാറ്റിലുള്ള സ്നേഹത്തെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായിട്ട് ഗുരുവായൂരപ്പനെ തന്നെ, ഭഗവാനെ തന്നെ സ്നേഹിക്കാറായിട്ട് തീരുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഭക്തി എന്ന പേര് വരിക.
അപ്പൊ നമ്മൾ മറ്റെല്ലാറ്റിലുള്ള സ്നേഹത്തെ ഉപേക്ഷിച്ച് ഭഗവാനെ തന്നെ ആ സ്നേഹിക്കത്തക്ക വിധത്തിലായി തീരണമെങ്കിൽ നമ്മുടെ മനസ്സില് ഈ പ്രാപഞ്ചിക വസ്തുക്കളുടെ ഒരു കണിക പോലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അത്രയും മനസ്സ് അത്യന്തം ശുദ്ധമായി തീരണം. എങ്കിലേ നമുക്ക് ആ നദി സമുദ്രത്തിലേക്ക് എന്നതുപോലെ ഭഗവാനെ തന്നെ നിരന്തരമായിട്ട് സ്മരിച്ച് നമുക്ക് ഭഗവാനുമായിട്ട് ഒന്നാവാനായിക്കൊണ്ട് പറ്റുള്ളൂ. പിന്നെ അവിടെ നമ്മളില്ല, ഭഗവാൻ മാത്രമാണ്. നദി സമുദ്രത്തിൽ എത്തുന്നതോടുകൂടെ എങ്ങനെയാണോ നാമരൂപങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ സമുദ്രമായിട്ട് മാറുന്നത്, അതുപോലെ ഈ ജീവൻ ശരിക്കും ആ ബ്രഹ്മപദത്തിലേക്ക് എത്തി ആ ബ്രഹ്മമായിട്ട് തീരുകയാണ്. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ ആ നിലയിലേക്ക് നമ്മളെ ഉയർത്തുകയാണ് ശ്രീമദ് ഭാഗവതം. അതിൽ ഏകാദശ സ്കന്ധം ഭാഗവതത്തെ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ടാണല്ലോ ഭക്തന്മാര് വർണ്ണിക്കുക. അപ്പൊ ദശമസ്കന്ധം വർണ്ണിക്കുന്ന സമയത്ത് നമ്മൾ അനുസ്മരിച്ചതാണ് ദശമസ്കന്ധം ഭാഗവതത്തിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ മുഖമാണ് എന്നാണ് പറഞ്ഞത്. ഇനി ഏകാദശം വരുന്ന സമയത്ത് ഏകാദശം ശിരസ്സാണ് എന്നാണ് പറയുന്നത് ഭക്തന്മാര്. പിന്നെ ദ്വാദശം വരുമ്പോ അത് ബ്രഹ്മരന്ധ്രമായിട്ടാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പൊ ഇവിടെ ശിരസ്സാണ് ഏകാദശം. അപ്പൊ ശിരസിന്റെ പ്രാധാന്യം നമ്മൾ പറയാണ്ട് തന്നെ നമുക്കൊക്കെ അറിയുന്നതാണ്. അതില് ഏകാദശത്തിലെ ലക്ഷണം, അതായത് ദശലക്ഷണ യുക്തമാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ആ ലക്ഷണങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മള് ആ ഭാഗവതത്തെ പഠിക്കാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണ് ഈ ലക്ഷണങ്ങള്. അങ്ങനെ നോക്കുമ്പോഴേ ഏകാദശത്തിലെ ലക്ഷണം മുക്തി എന്നുള്ളതാണ്. എന്താ മുക്തിയൊക്കെ കുറിച്ച് ഭാഗവതം തന്നെ പറഞ്ഞിരിക്കുന്നത്? മുക്തിർ ഹിത്വ അന്യതാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. അന്യതാരൂപം ഹിത്വ, ആ സ്വരൂപത്തിൽ തന്നെ മറ്റുള്ളെല്ലാറ്റിനെയും ഉപേക്ഷിച്ചിട്ട് തൻ്റെ സ്വരൂപത്തിൽ തന്നെ അവസ്ഥിതനായിട്ടുള്ള അവസ്ഥ, തന്നിൽ താനായിട്ടിരിക്കുന്ന അവസ്ഥ, താനല്ലാത്തതിനെയൊക്കെ വിട്ടാലേ തന്നിൽ താനായിട്ടിരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ആ മുക്തിയെയാണ് വർണ്ണിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തില് എന്നാണ്, അല്ലെങ്കിൽ ഏകാദശത്തില് എന്നാണ്. അതായത് വാസ്തവത്തില് ഈ മുക്തി ലഭിക്കേണ്ടതായിട്ടുള്ള ഒന്നല്ല. നമ്മളൊക്കെ മുക്തന്മാരാണ്. ശർമ്മ മാഷ് പറയും സത്സംഗത്തില്, നമ്മളൊരു തൂണില് പിടിച്ച്, അതായത് കൈകൊണ്ട് തൂണിനെ പിടിച്ച് വാരി കെട്ടി പിടിച്ചു, എന്നിട്ട് അതിന്റെ ചുറ്റും തിരിയുക. എന്നിട്ട് തിരിയുന്ന ആളെന്താ പറയണത്? എന്നെ ഈ തൂണ് വിടണില്ലല്ലോ എന്ന് പറയുക, നിലവിളിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മൾ തന്നെ ആ തൂണിൽ കയറി പിടിച്ചിട്ടാണ് എന്നെ തൂണ് വിടണില്ല എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മളല്ലാത്തതിനെയൊക്കെ നമ്മളാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മള് ഈ സംസാരത്തിൽ കിടന്ന് അങ്ങനെ വല്ലാണ്ട് ഉഴലുകയാണ്. ഈ നമ്മളിൽ നമ്മളായിരിക്കുന്ന ആത്മാവിനെ നമ്മൾ തെറ്റിദ്ധരിച്ച് അതിനെ മറന്നു, നമ്മൾ അതിനെ കണ്ടില്ല. ആത്മാവല്ലാത്ത കാര്യങ്ങളിലാണ് നമ്മൾ അത് ആത്മാവാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത് എന്നാണ്. അപ്പൊ ആ ആത്മാ നമ്മളല്ലാത്തതിനെയൊക്കെ വിടണം, എങ്കിലേ നമ്മളിൽ നമ്മളായിരിക്കുന്നതിനെ അനുഭവിക്കാനായി കൊണ്ട് പറ്റുള്ളൂ. അപ്പൊ ആ നമ്മളല്ലാത്തതിനെയൊക്കെ വിടുക, അതാണ് മുക്തിർഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. ആ സ്വരൂപേണ വ്യവസ്ഥിതിയാണ് മുക്തി എന്നാണ്. അതിനാണ് ഏകാദശം പറഞ്ഞിട്ടാണ് ദശമം കഴിഞ്ഞിട്ട് നമ്മൾ ഏകാദശത്തിലേക്ക് കിടക്കണം. ദശമത്തില് ഭക്തിയാണ് ശരിക്ക് ഊട്ടി ഉറപ്പിക്കുന്നത്. അതില് ഭക്തിക്ക് വ്യാഖ്യാനം, അല്ലെങ്കിൽ ശങ്കരാചാര്യസ്വാമികൾ പറയും, ഭക്തി എന്ന് വെച്ച സ്വസ്വരൂപാനുസന്ധാനം ഭക്തി എന്നാണ് പറഞ്ഞത്. അപ്പൊ ദശമസ്കന്ധത്തില് ഭക്തിയെ സ്വസ്വരൂപാനുസന്ധാനം, അപ്പൊ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യലാണ് ഭക്തി, സ്വരൂപത്തിൽ അവസ്ഥിതനാവലാണ് മുക്തി. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഭക്തിയിലൂടെ നമ്മള് മുക്തിയിലേക്ക് എത്തുക എന്നർത്ഥം. അതാണ് കാണിച്ചു തരുന്നത്. എങ്ങനെ നമുക്ക് ഭക്തി കൊണ്ട് മുക്തി എന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റും, അത് കാണിച്ചു തരികയാണ് ഏകാദശ സ്കന്ധത്തില് എന്നാണ്. അതില് ഇപ്പോ ആ ഏകാദശം തുടങ്ങുന്ന സമയത്ത്, അപ്പൊ നമ്മളൊക്കെ നിത്യമുക്തന്മാരാണ്.
അതല്ലേ മേപ്പത്തൂര് നിർമുക്തം നിത്യമുക്തം. ആ നിർമുക്തനും നിത്യമുക്തനുമാണ്. അങ്ങനെ നിത്യമുക്തനും നിർമുക്തന്മാരുമായിട്ടുള്ള ആ സാക്ഷാൽ ആനന്ദസ്വരൂപികളായിട്ട് നമ്മുടെ യഥാർത്ഥ ഭാവത്തെ മറന്ന് ശരീരം, ഇന്ദ്രിയങ്ങള്, മനസ്സ് തുടങ്ങിയിട്ടുള്ള ഉപാധികളിൽ പെട്ടിട്ട് നമ്മൾ ദുഃഖികളായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പൊ അതിനെയൊക്കെ ഉപേക്ഷിക്കണം നമ്മൾ. വാസ്തവത്തിൽ എന്തിനാ നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്? ഈ ലോകത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാനാണോ? ഭഗവാൻ തന്നെ വളരെ അതായത് ഭഗവാന്റെ ആ സൃഷ്ടിയുടെ കൗശലം ശരിയായിട്ട് കാണിച്ചു തന്നിരിക്കുന്ന മനുഷ്യ ശരീരത്തിലൂടെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട്, അങ്ങനെ ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യ ശരീരത്തെ ആ ഈശ്വരനെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നമ്മള് ഈ ലൗകിക വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ ഓടുകയാണ് നമ്മളൊക്കെ എന്നാണ്. അതിനാണോ ഈ മനുഷ്യജന്മം? സുഖമായിട്ട് ആനന്ദം അനുഭവിക്കേണ്ടതാ. പക്ഷെ നമ്മൾ ആ ആനന്ദമൊന്നും അനുഭവിക്കാൻ കഴിയാതെ എപ്പോഴും ടെൻഷൻ നിറഞ്ഞ ഒരു ജീവിതത്തിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാ അങ്ങനെ ജീവിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. നോക്കൂ, അങ്ങനെ ഈ നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൃഗങ്ങളുടെ ജീവിതം എത്രയോ സുന്ദരമാണ്. കാരണം അവർക്ക് ടെൻഷൻ എന്നൊരു അവസ്ഥ തന്നെ ഇല്ല, അവർക്ക് പരിഭ്രമമില്ല. മനുഷ്യരുടെ ജീവിതം അതാണോ? ഉറക്കത്തിൽ പോലും പരിഭ്രമം അനുഭവിച്ചുകൊണ്ടല്ലേ ചില ആളുകൾ ഇരിക്കുന്നത്. അതിന് വേണ്ടി കിട്ടിയതാണ്. കാരണം എന്താ? നമ്മൾ ആരാണ്, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പര്യണബദ്ധം. നമ്മള് മറ്റുള്ളവരുടെ പിന്നാലെ, മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അതിനെ അനുകരിച്ച് അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ചെയ്യേണ്ടത് എന്താണ്, അല്ലെങ്കിൽ എന്തിനെയാണ് അറിയേണ്ടത്, ആ കർത്തവ്യം തന്നെ നമ്മൾ മറന്നു. എന്നിട്ട് മറ്റുള്ളവരുടെ പിന്നാലെ ആ ഗതാനുഗതികന്മാരായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരാൾ എഞ്ചിനീയറിംഗിന് പഠിക്കണേ, ഞാനും എഞ്ചിനീയറിംഗ്. മറ്റാൾ ഡോക്ടറിന് MBBS പോവുകയാണെന്ന് മറ്റുള്ളവരും MBBS. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം അതിൽ നിന്ന് വേറിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പൊ പോയ ആളുകളുടെ പിന്നാലെ തന്നെ അവര് പോയ ആളുകളൊന്നും സുഖം അനുഭവിക്കണമെന്നില്ല. അത് മനസ്സിലാക്കിയാലും വീണ്ടും അതിന്റെ പിന്നാലെ തന്നെയല്ലേ പോണത്. മുമ്പേ ഗമിച്ചീടിനെ ഗോവു തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന അവസ്ഥയില് മേഷാനുകരണം എന്ന് പറയും ശാസ്ത്രത്തിൽ ഇതിന്. അതായത് ഒരു കണക്ക് മാഷ് കുട്ടികളെ കണക്ക് പഠിപ്പിക്കുകയാണ്, മാത്തമാറ്റിക്സ്. അപ്പോ മാഷ് ഒരു ചോദ്യം ചോദിച്ചു കുട്ടികളോട്. ഒരു കോമ്പൗണ്ടിനകത്ത് 10 ആടുകൾ മേയുന്നുണ്ട്. അതില് 4 ആടുകൾ പുറത്തു പോയാൽ പിന്നെ കോമ്പൗണ്ടിനകത്ത് എത്ര ആടുകളുണ്ട് എന്നാണ് ചോദ്യം. അപ്പോ ഒരുത്തൻ ചാടി എഴുന്നേറ്റ് ഉത്തരം പറഞ്ഞു, മാഷെ അവിടെ 1 ആടും ഉണ്ടാവില്ല എന്നാണ്. മാഷ് കുറച്ച് ദിവസമായി അതായത് ഈ കണക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 10ൽ നിന്ന് 4 പോയാൽ 6 എന്ന് കുറെ കാലം പഠിപ്പിച്ചിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. അപ്പോഴാണ് അവൻ ചാടി എഴുന്നേറ്റ് പറയുന്നത്, അത് ആ കോമ്പൗണ്ടിനകത്ത് ആടുകളൊന്നും ഉണ്ടാവില്ല. മാഷക്ക് ദേഷ്യം വരാൻ വല്ലതും വേണോ? ഇന്നത്തെ പോലെയൊന്നുമല്ല. പണ്ടത്തെ കാലത്ത് മാഷന്മാർക്ക് ശിഷ്യന്മാരെ, കുട്ടികളെ, വിദ്യാർത്ഥികളെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. ഇന്നത് പാടില്ല എന്നാണുള്ള വ്യവസ്ഥ. എന്താ മാഷ് വേഗം ചൂരലെടുത്തു അടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോഴെന്താ അവൻ പറഞ്ഞത്? മാഷെ ചൂരലൊക്കെ അവിടെ വെക്കൂ, അങ്ങക്ക് കണക്കറിയാം, എനിക്ക് ആടിന്റെ സ്വഭാവം അറിയാം എന്നാണ്. കാരണം അവന്റെ വീട്ടിൽ ആടുകൾ ധാരാളമുണ്ട്. ഒരു കോമ്പൗണ്ടിനകത്ത് 10 ആടുകൾ ഉണ്ടെങ്കിൽ അതിൽ 4 ആട് പുറത്തു പോയാൽ ബാക്കി 6 ആടും അതിന്റെ പിന്നാലെ പോവും. അതാണ് ആടിന്റെ സ്വഭാവം. ഇതുപോലെ അല്ലേ നമ്മളും ചെയ്യുന്നത്? ചിന്തിച്ചു നോക്കൂ. യഥാർത്ഥ വഴി എന്താണ് നമ്മൾ അന്വേഷിക്കുന്നില്ലല്ലോ. ആളുകൾ എന്താ ചെയ്യുന്നത് അതിന്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതല്ല ഈ മനുഷ്യ ശരീരം. കിട്ടിയത് ആ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. അത് ആ ജ്ഞാനത്തെ ശരിയായിട്ട് വിശദമാക്കി തരികയാണ്. അതിൽ നമ്മളെ ഉറപ്പിക്കലാണ് ഏകാദശ സ്കന്ധത്തില്. അതിലാദ്യം തന്നെ ആ ശ്രീ ശുക ബ്രഹ്മഋഷി കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഭഗവാൻ കൃത്വാ ദൈത്യപദം കൃഷ്ണ സരാമോ യതി ബിർവൃത ഭുവോവതാരയൽ ഭാരം യവിഷ്ടം ജനയൻ ഗതിം. ബലരാമനോടും യാദവന്മാരോടും ഒപ്പം ചേർന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ആ ദൈത്യന്മാർക്കിടയിൽ ഏറ്റവും ശക്തിയും വേഗവുമുള്ള കലഹത്തെ സൃഷ്ടിച്ചിട്ട് അവരെ കൊല്ലിപ്പിച്ചിട്ട് ഭൂമിയുടെ ഭാരത്തെ തീർത്തു എന്നാണ്. അപ്പോ ബലരാമനോടും യാദവ സൈന്യത്തോടും കൂടിയിട്ട് അധർമ്മികളായിട്ടുള്ള രാജാക്കന്മാരെ മുഴുവൻ സംഹരിക്കുകയാണ് ഭഗവാൻ.
എന്താ എങ്ങനെയാ സംഹരിച്ചത്? ഏ കോപിതാ സുബഹു പാണ്ഡുസുതാ സപത്നൈർദുര്യൂത ഹേളന കജഗ്രഹണാദിഭി. ദുർദ്യൂതം അതായത് ചൂതുകളി, അതുപോലെ തന്നെ ഹേളനം കളിയാക്കല്, അതുപോലെ കജഗ്രഹണാദിഭി അതായത് പാഞ്ചാലിയുടെ തലമുടിക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അപമാനിക്കുക. ഇങ്ങനെ കള്ളച്ചൂത് കളിച്ചും അവമാനിച്ചും ദുര്യോധനാദികള് കള്ളച്ചൂത് പാഞ്ചാലിയുടെ തലമുടി പിടിച്ചു വലിച്ച് സഭയിൽ കൊണ്ടുവന്ന് അപമാനിക്കല് മുതലായിട്ടുള്ള നീച പ്രവൃത്തികളിലൂടെ പാണ്ഡവന്മാരെ അത്യധികം കോപിപ്പിച്ചു എന്നാണ്. ഇങ്ങനെ പാണ്ഡവന്മാരെ നിമിത്തമാക്കിക്കൊണ്ട് കൃത്വാ നിമിത്തമിതരേതരഥ സമേതാൻ കത്വാ നൃപാൻ നിരഹരൽ ക്ഷിതിഭാരമീശ. അങ്ങനെ പാണ്ഡവന്മാരെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ കൗരവപക്ഷത്തും പാണ്ഡവപക്ഷത്തും വന്നു ചേർന്ന രാജാക്കന്മാരെയും 18 അക്ഷൗണി സൈന്യങ്ങളെയും സംഹരിച്ചു എന്നാണ്. അങ്ങനെ ആ ഭൂമിക്ക് ഭാരഭൂതരായിട്ടുള്ള അസംഖ്യം ദുഷ്ടരെ യാദവന്മാരെ കൊണ്ട് കൊല്ലിപ്പിച്ചു ഭഗവാൻ. അതിനുശേഷം ഭഗവാൻ ചിന്തിച്ചു, എന്താ അതെ ഭൂമിക്ക് ഭാരഭൂതന്മാരായിട്ട് രാജാക്കന്മാരെ ഭൂഭാര രാജപ്രതനായ എതിർനിരസ്യ കുപ്രേ സ്വബാഹുബിരജിന്തയം അപ്രമേയ മന്യേ വനേർന്നനുഗതോപ്യഗതം ഖിഭാരം യത് യാദവം കുലമഹോ അവിഷഹ്യമാസ്തേ. ഇവിടെ പറയുകയാണ്, ഭൂമിക്ക് ഭാരഭൂതന്മാരായ രാജാക്കന്മാരെയും സൈന്യങ്ങളെയും നശിപ്പിക്കാൻ തന്നെ സഹായിച്ച ആ ആളുകള് ആണ് യാദവന്മാര്. തൻ്റെ കൈകളെ കൊണ്ട് പാലിക്കപ്പെടുന്നവരുമാണ് ഈ യദുക്കള്. ഇപ്പോ ഈ യാദവന്മാര് തന്നെ അഹങ്കാരം കൊണ്ട് ശരിക്കും ഭൂമിക്ക് ഭാരഭൂതന്മാരായിട്ട് തീർന്നിരിക്കുന്നു എന്നാണ് ഭഗവാന് തോന്നുന്നത് എന്നാണ്. അപ്രമേയനായിട്ടുള്ള ഭഗവാൻ ചിന്തിച്ചു, ഭൂമിയുടെ ഭാരം ഭാരത യുദ്ധത്തിലൂടെ തീർന്നു എങ്കിലും ശരിക്ക് ഭൂമിയുടെ ഭാരം തീർന്നിട്ടില്ല, നിശേഷം തീർന്നു എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. അതായത് അസംഖ്യം ദുഷ്ടന്മാരെ യാദവന്മാരെ കൊണ്ട് കൊല്ലിപ്പിച്ചു. അതിനുശേഷം ഭഗവാൻ ചിന്തിക്കുകയാണ്, ഇപ്പോ മറ്റുള്ളവരുടെ ദൃഷ്ടിയില് ഭൂമിയുടെ ഭാരമൊക്കെ നശിച്ചിട്ടുണ്ട്, എങ്കിലും യാദവന്മാര് ബാക്കിയുണ്ടല്ലോ, അവരെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. കാരണം അവര് ഭഗവാന്റെ അതായത് അംശത്തിൽ നിന്നുണ്ടായ കൂട്ടരാണ്. അതായത് അവരെ എതിർക്കാൻ ആരുമില്ല ലോകത്തിൽ എന്നാണ്. അതിന് അത്രത്തോളം വൈഭവത്തോട് കൂടിയ ആളുകളാണ് ഈ യാദവന്മാര്. അപ്പോ ആ യാദവന്മാരെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. എന്തുകൊണ്ടാണ് അവരെ പരാജയപ്പെടുത്താൻ കഴിയാത്തത് എന്നാണെങ്കിൽ നൈവാന്യത പരിഭവോസ്യ ഭവേൽ കഥഞ്ചിൽ മൽ സംശയസ്യ വിഭവോ ധനസ്യ നിത്യം. പറയുകയാണ്, ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞവരാ, അതായത് എന്നെ ആശ്രയിച്ചവരാണ്, ആ ധാരാളം ഐശ്വര്യാദികളൊക്കെ അവർക്കുണ്ട്. അതാണ് കുഴപ്പം പറ്റിയത് യാദവന്മാർക്ക്. ഈ യാദവന്മാരുടെ ഇടയിലാണ് ജഗദ്ഗുരുവായിട്ടുള്ള ഭഗവാൻ അവതരിച്ചത്. പക്ഷേ ഭഗവാനെ വേണ്ട വിധത്തിൽ അവർക്കാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു സംഭവം ആ വിതുരമൈത്രേയ ഉദ്ധവനും വിതുരനും തമ്മിലുള്ള സംവാദത്തില് തൃതീയ സ്കന്ധത്തിലോ മറ്റോ ഇതിനെ അനുസ്മരിക്കുന്നുണ്ട്. ഉദ്ധവൻ ഖേദിക്കുന്നുണ്ട്. എന്താ ഉദ്ധവൻ പറയണത്? ശ്രീകൃഷ്ണ ഭഗവാനെ യാദവന്മാര് വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല. അവരെ കൃഷ്ണന്റെ ഐശ്വര്യങ്ങളിൽ ഭ്രമിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ വിട്ടു. അതാണ് അവർക്ക് പറ്റിയത്. അപ്പോ ശരിക്കും ബുദ്ധിയില്ലാത്ത കൂട്ടരാണ്. അത് അന്നോ ഇന്നോ യാദവന്മാരുടെ സ്വഭാവം അതാണെന്നാണ്. അവര് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്ത കൂട്ടരാണ്. അപ്പൊ ഇവരെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. എന്നെ ആശ്രയിച്ചവരാണ്, അതുപോലെ ഐശ്വര്യാദികൾ ധാരാളം ഉണ്ട്. അപ്പൊ അവരെ ആര് വിചാരിച്ചാലും കൊല്ലാൻ പറ്റില്ല. യാദവരുടെ ഇടയില് ആ കലഹം ഉണ്ടാക്കിയിട്ട് അവരെ മറ്റൊരാൾക്കും കൊല്ലാൻ കഴിയാത്തത് കൊണ്ട്, നശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അവര് സ്വയം നശിക്കണം. അന്തക്കലിം യദുകുലസ്യ വിദായ വേണം സ്തംഭസ്യ വന്യമിവ ശാന്തി മുബൈമി ധാമ. അതായത് ഇവരെ സ്വയം അവരിൽ തന്നെ കലഹം ഉണ്ടാക്കി നശിപ്പിക്കണം എന്നാണ്. അതായത് അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, ഈ കാട്ടില് ഓടകൾ തമ്മിൽ കൂട്ടി വരസും. അപ്പോഴാണ് അവിടെ വെച്ച് ഒരു തീപ്പൊരി ഉണ്ടാവും. അതിന്റെ ശക്തിയില് ആ തീപ്പൊരി ആ ഉണ്ടായ മുളയെ, അതായത് ഏതൊക്കെ മുളകൾ ചേർന്നിട്ടാണോ ആ കാട്ടുതീ അതായത് ആ കാട്ടുതീക്ക് അടിസ്ഥാനമായിട്ടുള്ള ആ തീപ്പൊരി ഉണ്ടായത്, അതിനെ ആദ്യം നശിപ്പിക്കും. എന്നിട്ട് ആ കാട് മുഴുവനും നശിപ്പിക്കും. ഇതുപോലെ യാദവന്മാരുടെ ഇടയില്
അതായത് മുളങ്കാട്ടിൽ നിന്നുണ്ടാകുന്ന അഗ്നി ആ മുളങ്കാട്ടിനെ നശിപ്പിച്ച് താനെ കെട്ടടങ്ങുന്നത് പോലെ യദുകുലത്തെ നശിപ്പിക്കാൻ ഇവര് തമ്മില് ശരിക്കും ഉൾക്കലഹം ഉണ്ടാകുക. എന്നിട്ടോ ആ ഉൾക്കലഹം ഉണ്ടാക്കിയിട്ട് അവര് നശിച്ചു കഴിഞ്ഞാൽ താനും തന്റെ ധാമത്തിലേക്ക് എത്താം എന്നാണ് ഭഗവാൻ വിചാരിക്കുന്നത് എന്നാണ്. അപ്പോ കലഹം ഉണ്ടാക്കി അവരെ പരസ്പരം സംഹരിപ്പിച്ചതിന് ശേഷം തനിക്കും തന്റെ സ്വധാമത്തിലേക്ക് മടങ്ങാം. പരീക്ഷത്തെ ഇവിടെ പറയുകയാണ്, ഏവം വ്യവസിതോ രാജൻ സത്യസങ്കൽപ്പ ഈശ്വര. ആ ഭഗവാന്റെ പ്രഭാവം അതാ. ഭഗവാൻ സത്യസങ്കല്പനാണ് അല്ലെ. നമ്മള് ദശമസ്കന്ധം തുടങ്ങുന്ന സമയത്ത് 2ാമത്തെ അധ്യായത്തില് ഗർഭഗതനായിട്ടുള്ള ഭഗവാനെ ദേവന്മാര് സ്തുതിക്കുന്ന രംഗം കണ്ടതാണ് ദശമസ്കന്ധം പറയുമ്പോ. എന്താ അവര് സ്തുതിച്ചത്? സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം വ്രത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. പരമസത്യമാണ് ഭഗവാൻ എന്നാണ്. അപ്പൊ ഭഗവാന്റെ ഇച്ഛയാണ് ഈ ലോകത്തില് എല്ലായിടത്തും നടക്കുന്നത്. ഭഗവാൻ എന്ത് സങ്കല്പിച്ചുവോ അത് നടക്കുന്നതാണ്. നമ്മുടെയൊന്നും സങ്കല്പങ്ങളൊന്നും സത്യമായിട്ട് തീരില്ല. പക്ഷെ ഭഗവാന്റെ സങ്കല്പം അങ്ങനെയല്ല എന്നാണ്. ഭഗവാന്റെ സങ്കല്പമേ ഈ ലോകത്തിൽ നടക്കുള്ളൂ. ഇപ്പോ ഭാഗവതം ദശമസ്കന്ധം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞപ്പോ ഏകാദശം വേണം എന്നുള്ളത് ഭഗവാന്റെ സങ്കല്പമാണ്. അത് ഭക്തന്മാരുടെ പുറത്ത് വന്നപ്പോ നമ്മൾ അതിന് കാരണക്കാരായിട്ട് ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നില് നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് ഏകാദശം കേൾക്കണുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്ന ശക്തിയും ഭഗവാന്റെ സങ്കല്പം. ഭഗവാന്റെ സങ്കല്പത്തെ അന്യതാകരിക്കാൻ ആർക്കും കഴിയില്ല. അതാണ് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ ഈ തരത്തില് സങ്കല്പിച്ച സമയത്ത് അപ്പൊ ഭഗവാന്റെ സങ്കല്പമാണ് യാദവ കുലം ഇങ്ങനെ സ്വയം തമ്മിൽ തന്നെ നശിക്കണം എന്നത്. അതിനും കാരണമുണ്ട്. ഒരു കാരണമില്ലാണ്ട് ഒരു കാര്യം നടക്കില്ലല്ലോ. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് യുദ്ധക്കളത്ത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് ഗാന്ധാരിയെയും ധൃതരാഷ്ട്ര മഹാരാജാവിനെയും കൂട്ടിക്കൊണ്ടുവരികയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ധൃതരാഷ്ട്ര മഹാരാജാവിന് കണ്ണു കാണില്ല. ഗാന്ധാരിയാണെച്ചാൽ കാഴ്ച വേണ്ടാന്നും പറഞ്ഞ് കണ്ണ് കെട്ടി നടക്കുകയാണ്. അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവന്ന അവരെ അവരുടെ മക്കളുടെയും ബന്ധുക്കളുടെയും ശവശരീരങ്ങളൊക്കെ തൊട്ട് കാണിച്ചു കൊടുക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഓരോരുത്തരുടെയും ശരീരം എടുത്ത് നോക്കി പരിശോധിച്ച് തൊട്ടു നോക്കിയിട്ട് ഗാന്ധാരി അവിടെ വെച്ച് ആ യുദ്ധക്കളത്തിൽ വെച്ച് ദീനം വിലപിക്കുന്നുണ്ട് എന്നാണ്. ആ ഗാന്ധാരിയുടെ വിലാപം മഹാഭാരതത്തിൽ വളരെ പ്രസിദ്ധമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് എന്നാണ്. അവസാനം ഗാന്ധാരി ശ്രീകൃഷ്ണ ഭഗവാനെ നോക്കി പറഞ്ഞു, കൃഷ്ണ, ഞങ്ങളുടെ വംശം ഇങ്ങനെ തമ്മിൽ തല്ലി നശിക്കാൻ കാരണം കൃഷ്ണൻ ഒറ്റൊരുത്തനാണ് എന്നാണ്. അതുകൊണ്ട് ഭാവിയില് നിങ്ങളുടെ യാദവ വംശവും ഇതുപോലെ സ്വയം തമ്മിൽ തല്ലി നശിക്കാൻ ഇടവരട്ടെ എന്ന് ഒരു ശാപം ഗാന്ധാരി കൊടുത്തിട്ടുണ്ട്. ഗാന്ധാരിയുടെ വാക്കും സത്യമാക്കണ്ടേ? കാരണം ഗാന്ധാരിയുടെ വാക്കിലൂടെ ഭഗവാന്റെ സങ്കല്പമല്ലേ അന്ന് അവിടെ പുറത്തേക്ക് വന്നത്. അപ്പൊ അത് സങ്കല്പം സത്യമാക്കണം എന്ന് തീരുമാനിച്ചു ഭഗവാൻ എന്നാണ്. ഇപ്പൊ എന്താ ഭഗവാന്റെ ഭാവം? സ്വമൂർത്തിയാ ലോകലാവണ്യ നിർമുക്തിയാ ലോചനം നൃണാം ഗീർഭിസ്ഥാ സ്മരതാം ചിത്തം പദൈസ്ഥാനീക്ഷതാം ക്രിയാ. പറയണം, നോക്കൂ, തന്റെ ആ സുന്ദരമായിട്ടുള്ള ലോകത്തിലെ സകല സൗന്ദര്യങ്ങളെയും നിഷ്പ്രഭമാക്കി തീർക്കാൻ ഉതകുന്നതായ സൗന്ദര്യമാണ് ഭഗവാന്റെ. ഭഗവാനെ കണ്ട പിന്നെ വേറൊന്നും കാണണം തോന്നില്ല. അങ്ങനെയുള്ള ശരീര ലാവണ്യം കൊണ്ട്, അത് നമ്മൾ നേരത്തെ ദശമസ്കന്ധത്തിൽ കേട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ശരീര ലാവണ്യം കൊണ്ട് ഭഗവാൻ മനുഷ്യരുടെ കണ്ണുകളെയൊക്കെ അപഹരിച്ചിരുന്നു എന്നാണ്. ഭഗവാനെ കണ്ട കണ്ണുകളെ കൊണ്ട് പ്രപഞ്ചത്തിലെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ ആർക്കും തോന്നില്ല. അത്ര സൗന്ദര്യ. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ഒരു ഭക്തൻ മാണിക്യവാചക സ്വാമികളോ മറ്റാണ്, എനിക്ക് പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല, അദ്ദേഹം പറയും, ഭഗവാനെ കാണാൻ 2 കണ്ണ് പോരാ, ഉടമ്പ് പൂരാ കണ്ണായി വരണം എന്ന് അദ്ദേഹം പറയും. 2 കണ്ണുകൊണ്ട് കണ്ടിട്ട് മതിയാവുമോ? ഭഗവാന്റെ വിഗ്രഹത്തെ തന്നെ നമുക്ക് കണ്ടിട്ട് മതി വരുന്നില്ല. അപ്പൊ പിന്നെ ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ള രൂപത്തെ കാണുന്ന ആളുകളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ഭട്ടേരിപ്പാട് നേത്രൈഹി എന്നാണ് പറഞ്ഞത്. അവിടെ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ്. ഭഗവാനെ കാണാൻ അല്ലെ, ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ കേൾക്കാൻ ചെവികൾ 2 പോരാ. അപ്പൊ ഇവിടെ ഭഗവാനെ കണ്ട കണ്ണുകള് പിന്നെ മറ്റൊന്നിലും സൗന്ദര്യം കാണില്ല എന്നാണ്.
പ്രപഞ്ചത്തിലെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ ആർക്കും തോന്നില്ല. കാരണം അതിനേക്കാളും ഒക്കെ സൗന്ദര്യത്തിന്റെ മൂർത്തിമത്ഭാവമാണ് ഭഗവാനാണ്. അതുപോലെ തന്റെ ഉപദേശങ്ങളെ കൊണ്ട്, തന്റെ വാക്കുകളെ കൊണ്ട് ആ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് അത് സ്മരിക്കുന്നവരുടെ ചിത്തത്തെയും അപഹരിച്ചു എന്നാണ്. അപ്പൊ ഭഗവാന്റെ ഉപദേശം ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ച വസ്തുക്കളെ ഒന്നും ഓർമ്മിക്കാൻ ചിത്തത്തിന് തോന്നില്ല എന്നാണ്. അതുപോലെ തന്റെ പാതാരവിന്ദങ്ങളെ കൊണ്ട് അവയെ കാണുന്നവരുടെ കർമ്മങ്ങളെയും ഭഗവാൻ അപഹരിച്ചു എന്നാണ്. അങ്ങനെ ആ ഭഗവത് പാതാരവിന്ദങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നവര് ഭക്തിഭാവം കൊണ്ട് ശരീരത്തെ മറന്നു. അതുകൊണ്ടോ അവർക്ക് പിന്നെ കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇപ്പൊ ഭഗവാൻ ആ തന്റെ പൂതനാമോക്ഷം മുതല് ആചിദ്യ കീർത്തിം സുശ്ലോകാം വിദദ്യ ഹ്യഞ്ജസാനുഗൗ തമോനയ തരിഷ്യന്തി ത്യാഗാൽ സ്വംപദമീശ്വര. അതായത് പൂതനാമോക്ഷം മുതല് ഓരോരോ ലീലകളെ കൊണ്ട്, അല്ലെങ്കിൽ പൂതനാമോക്ഷം മുതലായിട്ടുള്ള ഓരോരോ ലീലകളാൽ തന്റെ കീർത്തിയെ ലോകം മുഴുവൻ വ്യാപിപ്പിച്ചു എന്നാണ്. ഈ ലീലകളെ കേൾക്കുക, കീർത്തിക്കുക, സ്മരിക്കുക എന്നിവ കൊണ്ട് ഭക്തി വളർന്ന് മനുഷ്യൻ അജ്ഞാനത്തെ കടന്നുകൊള്ളും എന്ന വിശ്വാസം വന്നതുകൊണ്ട് ഭഗവാൻ തന്റെ പരംധാമത്തിലേക്ക് എഴുന്നള്ളി എന്ന് പറയുകയാണ്. അപ്പോ ഭഗവാൻ തന്റെ അവതാര ശരീരം ഉപേക്ഷിച്ചു എങ്കിലും ഭഗവാന്റെ ലീലകളെ കേൾക്കുക, കീർത്തിക്കുക, സ്മരിക്കുക അത് നമുക്ക് എപ്പോഴും ചെയ്യാം. അങ്ങനെ ആ ലീലകളെ കുറിച്ച് കേൾക്കലും സ്മരിക്കലും കീർത്തിക്കലുമാകുന്ന അനുഷ്ഠാനം കൊണ്ട് നമുക്ക് ഈ സംസാര ഭ്രമത്തെ അതിവർത്തിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ സംസാരത്തിൽ നിന്ന് ജീവന മുക്തിയെ പ്രാപിക്കാം. അപ്പൊ പരീക്ഷിത് രാജാവ് ചോദിക്കുകയാണ്, അല്ല ബ്രഹ്മണ്യാനാം വദാന്യാനാം നിത്യം വൃദ്ധോപസേവിനാം വിപ്രശാപകഥമഭൂൽ കൃഷ്ണീനാം കൃഷ്ണചേതസാം. പറയണം, ആ ബ്രാഹ്മണ ഭക്തന്മാരല്ലേ യാദവന്മാര്, ദാനശീലരാണ്, മഹാത്മാക്കളെ സേവിക്കുന്നവരാണ്, ആ ശ്രീകൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് എങ്ങനെയാണ് ബ്രാഹ്മണ ശാപം വന്ന് പെട്ടത് എന്ന് ചോദിക്കുകയാണ്. ഏത് തരത്തിലുള്ള എന്നിമിത്ത സവൈശാപോ യാദൃശോ നിജസത്തമാ കഥമേകാത്മനാം ഭേദ ഏതൽ സർവം വധസ്വമേ. അല്ലയോ ബ്രാഹ്മണോത്തമ, ഈ ബ്രാഹ്മണ ശാപത്തിന് കാരണം എന്ത്? എന്താ ബ്രാഹ്മണ ശാപത്തിന് കാരണം? ഈശ്വരേച്ഛ, ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് അതിന് കാരണം, അല്ലാണ്ട് വേറൊന്നും അല്ല. അപ്പോ ആ ശാപം എന്തായിരുന്നു? അതുപോലെ ആ വൃഷ്ണികൾക്ക് ഈ ഭേദബുദ്ധി എങ്ങനെയാണ് ഉണ്ടായത്? ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരണം എന്നാണ് ആവശ്യപ്പെടുന്നത് ശ്രീ പരീക്ഷിത് എന്നാണ്. അതിന് ശ്രീശുക ബ്രഹ്മഋഷി മറുപടി പറയുകയാണ്, ബിഭ്രദ്വപു സകല സുന്ദര സന്നിവേശം കർമാചരൻ ഭുവി സുമംഗളം ആപദകാമ ആസ്ഥായ ധാമ രമമാണ ഉദാരകീർത്തി സംഹത്തുമൈച്ചതകുലം സ്ഥിതകൃത്യശേഷ. ഇവിടെ സകല വിധത്തിലും ഭഗവാന്റെ ആ ശരീരം ഉണ്ടല്ലോ, സർവാംഗ സുന്ദരമായിട്ടുള്ള ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് ലോകമംഗളകരമായിട്ടുള്ള ലീലകളെ ചെയ്തും കൊണ്ട് ദ്വാരകയില് ഭഗവാൻ അതായത് വാണരുള്ളതായിട്ടുള്ള അതായത് ആപദകാമനാണ്. ദ്വാരകയില് അതായത് ആ സർവാംഗ സുന്ദരമായിട്ടുള്ള ശരീരത്തെ സ്വീകരിച്ചുകൊണ്ടും ലോകമംഗളകരമായ ലീലകളെ ചെയ്തുകൊണ്ടും ദ്വാരകയിൽ വാഴുന്ന ആപദകാമനായിട്ടുള്ള ഭഗവാനാണ്. ആപദകാമൻ എന്ന് വെച്ചാല് സകലവിധ ആഗ്രഹങ്ങളും സ്മരണ മാത്രയിൽ സാധിക്കുന്നവനാണ്. ഉദാര കീർത്തിമാനുമായിട്ടുള്ള ശ്രീകൃഷ്ണൻ തന്റെ അവതാര പ്രയോജനമൊക്കെ സാധിച്ചത് കൊണ്ട് യാദവ വംശത്തെ സംഹരിക്കാൻ നിശ്ചയിച്ചു എന്നാണ്. അപ്പൊ ഭഗവാന്റെ ഇച്ഛയാണ് ബ്രാഹ്മണ ശാപത്തിന് കാരണം. ഭഗവാന്റെ ഓരോരോ ലീലയും പുണ്യത്തെ വളർത്തുന്നതാണ് എന്നാണ്. ആ കർമാണി പുണ്യനിവഹാനി സുമംഗളാനി ഗായജകൾ കലിമലാപഹരണാനി കൃത്വാ കാലാത്മനാ നിവസതാ യദുദേവകേഹേ വിന്ദാരകം സമഗമൻ മുനയോ നിസൃഷ്ട. ഇപ്പോ ആ വസുദേവരുടെ ഗൃഹത്തില് ഭഗവാൻ സംഹാര സ്വരൂപനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കീർത്തിക്കുന്ന സകല ജനങ്ങൾക്കും പുണ്യമുണ്ടാക്കാനായിട്ട് മംഗളം വർദ്ധിപ്പിക്കാനുമായി മഹർഷിമാരെ വരുത്തിയിട്ട് ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അതായത് തന്റെ ഗൃഹത്തിൽ വെച്ച് ചെയ്യുകയാണ് എന്നാണ്. ഭഗവാന്റെ ഓരോ ലീലയും പുണ്യത്തെ വളർത്തുന്നതാണ്, ലോകത്തിന് മംഗളത്തെ ഉണ്ടാക്കി തീർക്കുന്നതാണ്, കരികാല ദോഷങ്ങളെ നിശേഷം നശിപ്പിക്കുന്നതാണ്. അപ്രകാരം അസംഖ്യം ലീലകളെ ചെയ്ത ഭഗവാൻ സ്വന്തം വംശത്തെ സംഹരിക്കണം എന്നുള്ള സങ്കല്പത്തോടുകൂടെ ദ്വാരകയിൽ താമസിച്ചു വരികയാണ്.
ആ ഒരു ദിവസം അതിവിശിഷ്ടന്മാരായിട്ടുള്ള കുറച്ച് മഹർഷിമാര് ദ്വാരകയില് ഭഗവാനെ കാണാനായി കൊണ്ടുവരികയാണ്. ആരൊക്കെ വന്നത്? വിശ്വാമിത്രോസിത കണ്ണോ ദുർവാസ ഭൃഗുരംഗിരാഹ കശ്യപോ വാമദേവോത്രി വസിഷ്ഠോ നാരദാദയ. വിശ്വാമിത്രൻ, അസിതൻ, കണ്വൻ, ദുർവാസാവ്, ഭൃഗു, അങ്കിരസ്, കശ്യപൻ, വാമദേവൻ, അത്രി, വസിഷ്ഠൻ, നാരദൻ. ഇവരാണ് ശ്രേഷ്ഠ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ദ്വാരകയില് വസുദേവന്റെ ഗൃഹത്തിലേക്ക് എത്തിയ ഋഷിമാര്. അവര് അവിടെ വെച്ച് ചില സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു ഭഗവാന്റെ സാന്നിധ്യത്തിൽ എന്നാണ്. സൽക്കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത്, അവസാനിപ്പിച്ച സമയത്ത് ഭഗവാനെയൊക്കെ നമസ്കരിച്ചു അവരും ഭഗവാനും തമ്മിൽ കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അവര് പോവാൻ പുറപ്പെട്ട സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഏതായാലും ഋഷിമാരെ, നിങ്ങൾ ഇത്രയിടം വന്നവരാണ്, ഇനി നിങ്ങൾ തിരിച്ചു പോണത് ഇവിടെ അടുത്ത് പിണ്ടാരക തീർത്ഥം ഉണ്ടല്ലോ, ആ പിണ്ടാരക തീർത്ഥക്കരിയിലൂടെ ചെല്ലണം എന്ന് പറയുകയാണ്. എന്തിനാത്? ഭഗവാന്റെ പുത്രന്മാര് ഇവിടെ ദ്വാരകയില് മഹർഷിമാരെ കൊണ്ട് വിശിഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിൽ പങ്കെടുത്തില്ല ഭഗവൽ പുത്രന്മാര്. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾക്കിപ്പോ ഇവിടെ ഇരുന്നിട്ട് സമയമൊന്നും പോണില്ല, അതുകൊണ്ട് ഞങ്ങള് പിണ്ടാരക തീർത്ഥത്തിലേക്ക് പോവുകയാണ് സമയം കളയാനേ. തീർത്ഥം സമയം കളയാൻ ഉള്ള സ്ഥലമാണോ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ മനഃശുദ്ധിക്ക് വേണ്ട ഭാവങ്ങളെ തരുന്നതാണ് തീർത്ഥസ്ഥാനങ്ങള്. അവിടത്തേക്കാണ് ഇപ്പോ സമയം കളയാനായിട്ട് യാദവന്മാര് അല്ലെങ്കിൽ ഭഗവത് പുത്രന്മാര് പിണ്ടാരക തീർത്ഥക്കരിയിലേക്ക് പോണത്. ഇന്നിപ്പോ ഒരു 90% തീർത്ഥാടനവും ഇതുപോലെയായിട്ട് തീർന്നിട്ടുണ്ട് എന്നാണ്. അതിന്റെ ആ പരിണിത ഫലം എന്താണെന്ന് ഇപ്പൊ യാദവന്മാരുടെ ഭാവത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. എപ്പോഴും തീർത്ഥത്തില് ആ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളെ ശുദ്ധമാക്കി തീർക്കുക. മനസ്സ്, വാക്ക്, പ്രവൃത്തി, ഇതിനെ ശുദ്ധമാക്കലാണ് തീർത്ഥം ആണ്. ആ 3 കരണങ്ങളെയും ശുദ്ധമാക്കി തീർക്കുന്നത്. അപ്പൊ ഓരോ അതായത് തീർത്ഥാടനം കഴിഞ്ഞു വരുമ്പോഴും നമ്മൾക്ക് എത്രത്തോളം ആ 3 വിധ കരണങ്ങളും നമ്മുടെ ശുദ്ധമായിട്ടുണ്ട് എന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടത് നല്ലതാണ്. അപ്പൊ ഇവര് പിണ്ടാരക തീർത്ഥക്കരയിലേക്ക് പോവുകയാണെന്നാണ് ഭഗവാനോട് പുത്രന്മാര്. ഭഗവാൻ അതിന് മറിച്ചൊന്നും പറഞ്ഞില്ല. എന്താ അത്? പണ്ടൊക്കെ നല്ല കാര്യങ്ങളൊക്കെ, പണ്ടല്ല ഇപ്പോഴും അതെ, നല്ല കാര്യങ്ങൾ വല്ലതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ ആ നാട് വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുക. അമ്പലത്തിൽ ഉത്സവത്തിന് കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ ഉത്സവം കഴിഞ്ഞ് പുറത്തു പോകാൻ പാടുള്ളൂ. നല്ല കാര്യം നടക്കുമ്പോ നമ്മൾ അതിൽ പങ്കെടുക്കണം. അവിടെ വേണ്ടത് അത്യാവശ്യം അത് വെച്ച് ഋഷിമാരെ ഭഗവത് പുത്രന്മാര് കാണുന്നുണ്ട്. കണ്ടപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഋഷിമാരെ കണ്ടപ്പോ അവർക്ക് കൗതുകം തോന്നിയെന്നാണ്. പണ്ടൊക്കെ ഋഷിമാരെ കണ്ട എന്താ ചെയ്യുക? ഓടി വന്ന് അവരുടെ കാക്കല് വീണ് നമസ്കരിക്കുന്ന കൂട്ടരാണ്. അവർക്ക് ഇപ്പൊ അങ്ങനെയല്ല തോന്നിയത്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയില്ലേ, അതുപോലെ ഇവർക്ക് തോന്നി ഇവരൊക്കെ വലിയ ത്രികാലജ്ഞന്മാരാണെന്നും പറഞ്ഞിട്ടല്ലേ നടക്കുന്നത്, ഇവര് ജ്ഞാനികളാണെന്നൊക്കെയാണ്. അപ്പൊ ഇവരുടെ ജ്ഞാനം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം എന്ന് തോന്നിയെന്നാണ്. എന്നിട്ട് എന്താ അവര് ചെയ്തത്? ആ ജാമ്പവതി വ്രതങ്ങളെ കൊണ്ട് ആരാധിച്ചിട്ട് ആണ് സുബ്രഹ്മണ്യ സ്വാമികളെ തന്നെ സാമ്പനായിട്ട് പുത്രനായിട്ട് നേടിയത്. അപ്പൊ ജാമ്പവതിയുടെ പുത്രനാണ് സാമ്പൻ. ശ്രീകൃഷ്ണന് തുല്യം പരാക്രമമുള്ള ആളാണ് ഈ സാമ്പൻ. നല്ല സുന്ദരനുമാണ്. ആ സാമ്പനെ പിടിച്ച് ഒരു ഗർഭിണിയുടെ വേഷം കെട്ടിച്ച് ദൂരെ മാറ്റി നിർത്തിയെന്നാണ്. എന്നിട്ടോ മറ്റു പുത്രന്മാര് അവര് കള്ള വിനയം അഭിനയിച്ചു കൊണ്ടുവന്ന് അവനീതാ വിനീതവൽ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിനയമില്ല എങ്കിലും വിനയുള്ളവരെ പോലെ അഭിനയിച്ചിട്ട് ആ മഹർഷിമാരുടെ കാക്കൽ വീണ് നമസ്കരിച്ചിട്ട് അവര് പറയുകയാണ്, ദൂരെ നിൽക്കുന്ന കണ്ടില്ലേ, ആ ഞങ്ങളുടെ സഹോദരിയാണ്, പൂർണ്ണ ഗർഭിണിയാണ്, പുത്രകാമയാണ്. അപ്പോ അവള് നിങ്ങളോട് ചോദിക്കാൻ ലജ്ജയുള്ളത് കൊണ്ടാണ് മാറി നിൽക്കുന്നത്. അവൾ എന്ത് കുട്ടിയെയാണ് പ്രസവിക്കുക എന്നൊന്ന് അറിഞ്ഞാൽ തരക്കടില്ല എന്ന് പറയുകയാണ്. എന്താ ഭഗവത് പുത്രന്മാർ ആദ്യം പറഞ്ഞത്? നിങ്ങളൊക്കെ ത്രികാലജ്ഞന്മാരാണ്. കഴിഞ്ഞു പോയതറിയാം, വരുന്നതറിയാം, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അങ്ങനെ അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ ഒരു വിരോധാഭാസം. അപ്പൊ ഈ നിൽക്കുന്ന ആള്, അതായത് സ്ത്രീ വേഷത്താൽ നിൽക്കുന്ന ആള്, അത് സ്ത്രീയല്ല പുരുഷനാണെന്നും ഇവർക്ക് അറിയും എന്ന് അവർക്ക് തോന്നണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊക്കെ ത്രികാലജ്ഞന്മാരല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അത് ഞങ്ങളുടെ സഹോദരിയാണ്, അത് അവള് പൂർണ്ണ ഗർഭിണിയാണ്, അവൾ എന്ത് കുട്ടിയാണ് പ്രസവിക്കുക എന്നൊന്ന് അറിഞ്ഞാൽ തരക്കടില്ല. നോക്കൂ, മഹാത്മാക്കളോട് ചോദിക്കേണ്ട ചോദ്യമാണ് അത്.
ഇതാണ് ഈ നശിക്കുന്ന സമയത്ത് വേണ്ടാത്തതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് വിധി. അതന്നെയാണ് ഇപ്പൊ യാദവന്മാരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്നാണ്. അവരെന്താ, അവർക്ക് ദേഷ്യം വന്നു ഋഷിമാർക്ക് എന്നാണ്. പണ്ടൊന്നും ഭഗവാന്റെ പുത്രന്മാരിങ്ങനെ അല്ലല്ലോ, അവര് നല്ല വിനയമുള്ള കൂട്ടരാണല്ലോ, ഇത് നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് എന്ന് അവർക്ക് മനസ്സിലായി. കോപിച്ചു അവര് എന്നാണ്. അവരെന്താ ചെയ്തത് നോക്കൂ, വസിഷ്ഠ ഇപ്പോ ഇതിന്റെയൊക്കെ പിന്നില് ഭഗവാന്റെ ആ ഇച്ഛയാണ്. വസിഷ്ഠ നാരദാദികളായിട്ടുള്ള ഋഷിമാരെ ദ്വാരകയിലേക്ക് വരുത്തിയതും അവരെ പിണ്ടാരകത്തിലേക്ക് അയച്ചതും സംസ്കാര സമ്പന്നരായിട്ടുള്ള കൃഷ്ണപുത്രന്മാരെ ഈ കുമാരന്മാർക്ക് ഇപ്രകാരം ഋഷി അതായത് ഈ ഭഗവത് പുത്രന്മാർക്ക് ഇങ്ങനെ ഋഷിമാരെ പരീക്ഷിക്കണം എന്ന് തോന്നിയതും ഒക്കെ ഭഗവാന്റെ നിശ്ചയം. അതിശക്തരായിട്ടുള്ള തന്റെ യാദവ വംശത്തെ ഋഷിശാപത്തിലൂടെ മാത്രമേ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ അറിയാം. ആ ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നാണ്. അപ്പോ കോപിച്ചതായിട്ടുള്ള ഋഷിമാര് അവിടെ വെച്ച് അവർക്കൊരു ശാപം കൊടുത്തു. ആ നിൽക്കുന്ന പെൺകുട്ടി ആണും അല്ല, ആൺകുട്ടിയെയും അല്ല പെൺകുട്ടിയെയും അല്ല പ്രസവിക്കുക, മറിച്ച് ഒരു ഇരുമ്പൊലക്കെയാണ്, അതുകൊണ്ട് നിങ്ങളുടെ വംശം മുടിയാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞ് ശാപം കൊടുത്ത് അവരവിടെ നിന്ന് പോയി എന്നാണ്. ഇത് കേട്ടപ്പോ യാദവ കുട്ടികൾക്ക് പേടിയായി. യുവാക്കളാണല്ലോ, ഈ യൗവനത്തിന്റെ അവസ്ഥയിലാണ് നമുക്ക് മറ്റുള്ളവരെയൊക്കെ കളിയാക്കാൻ തോന്നുന്നത്. യൗവനത്തിന്റെ ഊക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും തോന്നില്ല എന്നാണ്. ഇപ്പൊ ഇവരിവിടെ വന്നിട്ട് സാമ്പന്റെ വേഷമൊക്കെ അഴിച്ചു വെച്ച് നോക്കിയപ്പോഴോ അതാ കിടക്കണോ ഒരു ഇരുമ്പിന്റെ തട്ട് എന്നാണ്. അവര് പറഞ്ഞതുപോലെ ഇരുമ്പൊലയ്ക്ക് കിട്ടിയെങ്കിൽ ഇപ്പൊ 50% ശരിയായി. ഇനി അടുത്ത 50% സംഭവിക്കും, ശരിയാകും എന്ന് അവർക്ക് പേടി. എന്താ 50% ശരിയായത്? സാമ്പന ഇരുമ്പൊലയ്ക്ക് പ്രസവിക്കും എന്ന്. ഇനി എന്താ 50% വരാനുള്ളത്? ഈ ഇരുമ്പൊലയ്ക്ക് കൊണ്ട് നിങ്ങളുടെ വംശം മുടിയും എന്നാണ് അടുത്തത്. ഇത് കേട്ട് പേടിച്ച് അവരൊക്കെ ആ ഇരുമ്പൊലയ്ക്കുമായിട്ട് അവരുടെ വീട്ടുകളിലേക്ക് ചെന്ന് എല്ലാവരും കൂടെ നേരെ യാദവ സഭയിലേക്ക് ചെന്ന് ഉഗ്രസേന മഹാരാജാവിനെ ചെന്ന് കാണാൻ. പണ്ടൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം ചെന്ന് പറയണത് ശ്രീകൃഷ്ണ ഭഗവാനോടാണ്. പക്ഷെ ഇപ്പൊ അവർക്ക് പറയാൻ തോന്നിയില്ല. അവര് നേരെ ചെല്ലണത് ഉഗ്രസേനന്റെ അടുത്തേക്കാണ്. ഉഗ്രസേനോട് ചെന്ന് പറഞ്ഞു, ഞങ്ങള് പിണ്ടാരക തീർത്ഥത്തിൽ വെച്ച് മഹർഷിമാരുമായിട്ട് കലശല് കൂട്ടി, മഹർഷിമാര് ശപിച്ചു, സാമ്പൻ ഒരു ഇരുമ്പൊലയ്ക്ക് പ്രസവിക്കട്ടെ എന്ന് ഇരുമ്പൊലയ്ക്ക് കിട്ടി, ഇതുകൊണ്ട് വംശം നശിക്കുന്നാണ് അവർ തന്ന ശാപം എന്നാണ്. ഇത് കേട്ടപ്പോ ചിന്തിക്കണം, നമ്മള് വിവരമില്ലാത്ത ആളല്ല ഉഗ്രസേന മഹാരാജാവ്. ഉഗ്രസേനൻ എന്ത് കാര്യവും ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുന്ന ആളാ. പക്ഷെ ഈ കാര്യം വന്നപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കാൻ തോന്നിയില്ല എന്നാണ്. എന്താ ഉഗ്രസേനൻ കൽപ്പിച്ചത്? ഈ ഇരുമ്പൊലയ്ക്ക് ഉണ്ടെങ്കിലല്ലേ കുഴപ്പം, നിങ്ങൾ അണച്ചവിടെ പണിയില്ലാണ്ടിരിക്കണുണ്ടല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഇതിനെ രാഗി പൊടിച്ച് സമുദ്രത്തിൽ ചെന്ന് കലക്കിന്നാണ്. ഇത് കേട്ടപ്പോ യാദവന്മാരെല്ലാവരും കൂടെ ആ പ്രഭാസ തീർത്ഥക്കരയിലെത്തി. ആ തീർത്ഥക്കരയിലിരുന്ന പ്രഭാസത്തിലിരുന്ന് ആ ഇരുമ്പൊലയ്ക്ക് രാഗി പൊടിച്ച് ആ പൊടികളാക്കിയിട്ട് സമുദ്രത്തിൽ കലക്കുകയാണ്. ഈ പൊടിച്ചു കഴിഞ്ഞ് സമുദ്രത്തിൽ കലക്കിയ പിന്നെ അത് തിരമാല കൊണ്ടുപോയിക്കോളുമല്ലോ. ഇനി അതിന്റെ അംശമൊന്നും ഭൂമിയിൽ കാണില്ല, അതുകൊണ്ട് ഇനി നമ്മുടെ വംശം നശിക്കില്ല എന്നാണ് ഇവരുടെയൊക്കെ ധാരണ. പക്ഷെ വിധി വേറെന്താണ് അതിനെ നിശ്ചയിച്ചു വെച്ചത് എന്നാണ്. എത്ര രാഗിയിട്ടും ചെറിയൊരു കഷ്ണം പൊടിയിലില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇനിയിപ്പോ ഇതുകൊണ്ടൊന്നും വംശം നശിക്കാൻ അടിയുണ്ടാവില്ല എന്നും പറഞ്ഞ് ആ ചെറിയ കഷ്ണത്തെ സമുദ്രത്തിന് നടുവിലേക്ക് ഇട്ടു എന്നാണ്. ഇങ്ങനെ ഇരുമ്പ് പൊടികള് ഇപ്പൊ സമുദ്രത്തിൽ കലക്കി ഇരുമ്പ് പൊടികൾ ഉണ്ടല്ലോ, അത് തിരമാലകളിലൂടെ അടിച്ചു വന്ന് കരയിലേക്ക് കയറിയിട്ട് ആ പ്രഭാസ തീർത്ഥ കരയില് അത് ഏരകപ്പുല്ലുകളായിട്ട് മുളച്ചു പൊന്തി എന്നാണ്. ഈ ഏരകപ്പുല്ലുകൾ നല്ല മൂർച്ചയുള്ളതാ. നമ്മുടെ വസ്ത്രത്തിലൂടെ ശരീരത്തിൽ അങ്ങ് കുത്തുമ്പോൾ ശരിക്കും ഇഞ്ചക്ഷൻ വെക്കുന്നതായിട്ടുള്ളൊരു വേദന പെട്ടെന്ന് അനുഭവപ്പെടും. കുറച്ച് കഴിഞ്ഞാൽ അതിനെ മാറ്റിക്കളയാൻ പറ്റും നമുക്ക് എന്നാണ്. പക്ഷെ ഇവിടെ ആ ഏരകപ്പുല്ലുകൾ ശരിക്കും അസ്ത്രം പോലെ ഈ ബ്രാഹ്മണ ശാപം ഭരിക്കാറായ സമയത്ത് ഈ ഏരകപ്പുല്ലുകൾ അസ്ത്രം പോലെ മൂർച്ചയുള്ളതായിട്ട് തീരുകയാണ്. ഈ ഇരുമ്പിനെ ഒരു കഷ്ണം രാഗി പൊടിയാത്തതിനെ സമുദ്രത്തിലിട്ടു എന്ന് പറഞ്ഞല്ലോ, അതിനെ ഒരു മത്സ്യം കുഴുകി എന്നാണ്. മത്സ്യത്തെ പിടിക്കാൻ ഒരു വേടൻ ചൂണ്ടയിട്ടു, അവന്റെ ചൂണ്ടലിൽ ആ മത്സ്യം കുരുങ്ങി. അവൻ അതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കറി വെക്കാനായിട്ട് മുറിച്ചു നോക്കിയപ്പോ അതിൻ്റെ അകത്ത് മൂർച്ചയുള്ള ഇരുമ്പിന്റെ ഒരു കഷ്ണം. അവന്റെ കൂട്ടുകാരനാണ് ജര. ആ ജരയുടെ തൊഴിൽ നായാട്ടാണെങ്കിൽ നല്ല ഭക്തനാണ് എന്നാണ്. അടുത്ത കാലത്ത് അവന്റെ അമ്പ് പൊട്ടിയിട്ട്
നായാട്ട് നിർത്തി വെച്ചിരിക്കുക. അപ്പൊ ഇവൻ വിചാരിച്ചു ഈ ഇരുമ്പ് കഷ്ണം ജരയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് നായാട്ടിന് ഉപയോഗപ്പെടും എന്ന് വിചാരിച്ച് നേരെ ജരയ്ക്ക് കൊണ്ട് കൊടുത്തു. ജരയ്ക്ക് വളരെ സന്തോഷമായി എന്നാണ്. എന്താ, ഇതിനെ തനിക്ക് അസ്ത്രമാക്കി മാറ്റാം എന്ന് പറഞ്ഞ് അതിനെ ഒരച്ച് നല്ല മൂർച്ചയുള്ള അസ്ത്രമാക്കി മാറ്റിയിട്ട് വില്ലിന്റെ തലക്കിൽ തൊടുത്തു വെച്ചു എന്നാണ്. ആലോചിച്ച് നോക്കൂ. ഈ ജര മഹാത്മാക്കളൊക്കെ പറയും ആ ഭാര്യയുടെ പുനർജന്മമാണ് ഈ ജര എന്നാ പറയുക. കാരണം ഭാര്യയെ ശ്രീരാമചന്ദ്രൻ ഭഗവാൻ ആ ഒടിയപ്പെയ്ത് കൊന്നല്ലോ, അത് ചെയ്തത് വലിയൊരു തെറ്റാണ് എന്ന ഭാവത്തിലാണ്. അപ്പൊ ആ ചെയ്ത കർമ്മത്തിന് ആ കർമ്മഫലാണത്രേ ആ ജര തന്നെ, അതായത് ഭാര്യ തന്നെ ജരയായിട്ട് വന്നിട്ട് ഭഗവാന്റെ പാദങ്ങളിലേക്ക് അസ്ത്രം അയച്ച് ഭഗവാന്റെ ശരീരം ഉപേക്ഷിക്കാനും ഒരു കാരണമായിട്ട് തീരുന്നത് എന്നാണ്. നോക്കൂ, ഭഗവാനെ സംബന്ധിച്ച് കർമ്മഫലമൊന്നും ബാധകമല്ല. പ്രപഞ്ചത്തിലുള്ള സകല ജീവന്മാർക്കും അവരവരുടെ കർമ്മഫലത്തെ കൊടുക്കുന്ന ആളാണ് ഭഗവാൻ. പക്ഷേ മനുഷ്യ ശരീരം എടുത്ത് ഭൂമിയിൽ വരുമ്പോ കർമ്മഫലം അനുഭവിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് കാണിച്ചു തരികയാണെന്ന് തോന്നും ഈ ചരിത്രത്തിലൂടെ എന്നാണ്. ഏതായാലും ജര അതിനെ തന്റെ വില്ലിന്റെ തലക്കൽ തൊടുത്തു വെച്ചു. ഇതാണ് ഭഗവാന്റെ കാലിന്റെ ഉള്ളനടിയിലേക്ക് അയച്ച് ഭഗവാന്റെ അവതാര ശരീരം ഉപേക്ഷിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നത് എന്നാണ്. ഇപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ ആ ഒരു വിധം യോജിച്ചു വന്നു എന്ന് ഭഗവാന് മനസ്സിലായി എന്നാണ്. ഇപ്പോഴോ ആ ഭഗവാൻ എല്ലാം അറിയുന്ന ആളാണ് അല്ലേ. ഇപ്പൊ യാദവനാശത്തിന് ഏകദേശം കാര്യങ്ങളൊക്കെ ഒരുങ്ങി വന്നു എന്ന് മനസ്സിലാക്കി ആരും ഭഗവാനോട് വന്ന് പറഞ്ഞതുമില്ല. എല്ലാം അറിഞ്ഞിരിക്കുന്ന ആളാണ് ഭഗവാൻ എന്നാണ്. ആ ഭഗവാനോ എല്ലാം ഭഗവാനോട് പറയുന്ന കൂട്ടരാണ് ഇവരൊക്കെ. ഇവരാരും പറഞ്ഞതുമില്ല ഭഗവാനോട്. ഇപ്പൊ ഭഗവാനാണെച്ചാൽ ഭഗവാൻ ജ്ഞാത സർവാർത്ഥ ഈശ്വരോപിതന്യഥ കർത്തും നയിച്ചൽ വിപ്രശാപം കാലരൂപ്യന്യമോദത. ഇവിടെ ഭഗവാൻ എല്ലാം അറിഞ്ഞിരിക്കുന്ന ആളാണ്, സർവശക്തനാണ് ഭഗവാൻ. ബ്രാഹ്മണ ശാപത്തെ ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ലാണ്ടാക്കാനും പറ്റും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഭഗവാൻ അതിന് പ്രതിവിധി ഉണ്ടാക്കിയില്ല, ബ്രാഹ്മണ ശാപത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ല. പിന്നെയോ തന്റെ സങ്കല്പം യാഥാർത്ഥ്യമാവുകയും എന്നതിൽ ഭഗവാൻ അനുമോദിക്കുകയാണ് ഉണ്ടായത് എന്നാണ്. അതാണ് കാലരൂപിയായിട്ടുള്ള ഭഗവാൻ യാദവ വംശനാശത്തെ അനുമോദിക്കുകയാണ്. കാലരൂപ്യന്യമോദത, സമ്പാദിച്ചു കൊണ്ടുവന്നതല്ലേ, അനുഭവിച്ചോളി എന്നാണ് ഭഗവാന്റെ ഭാവം എന്നാണ്. ഇതാണ് ആദ്യത്തെ അധ്യായത്തിൽ. ഇതിലെന്താ മനസ്സിലാക്കേണ്ടത്? അതായത് ഈ മനുഷ്യ ശരീരം എത്ര കേമനായിട്ടുള്ള ആളാണെങ്കിലും ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത് ഇവിടത്തെ അനുഭവങ്ങളാണ്. അതായത് ഈ മനുഷ്യ ശരീരം പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയതാ. ആ ശരീരത്തെ അത് നശിക്കുന്നതാണ്. അത് ആർക്കാണെങ്കിലും അത് ഇവിടെ നിന്ന് ഉപേക്ഷിക്കാണ്ട് തരൂല്ല. അതിപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ അടക്കം എടുത്ത ശരീരം ഉപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ പറയാനുണ്ടോ? അപ്പൊ ഈ ശരീരം നശിക്കുന്നതാണ് എന്ന് ബോധിക്കണം. അത് എത്ര കേമന്മാർക്കും ശരീരം ഇവിടെ ഇട്ടേ പോകാൻ വയ്ക്കുള്ളൂ. അപ്പൊ പിന്നെ ഒന്ന് ചിന്തിക്കണം നമ്മള്. അപ്പൊ പിന്നെ എന്തിനാണ് നമുക്ക് ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത്? അപ്പൊ ഈ ശരീരം നശിക്കുന്നതായതുകൊണ്ട് ഈ ശരീരം നശിക്കുന്നതിന് മുമ്പേ ശരീരം കിട്ടിയ ആള് എന്താണ് ഇവിടെ നിന്ന് സമ്പാദിക്കേണ്ടത്, ഇവിടെ നിന്ന് നേടേണ്ടത് എന്ത്? ഇതാണ് ഇനി അടുത്ത അധ്യായങ്ങളിലൂടെ കാണിച്ചു തരുന്നത്. അതാണ് ഭാഗവതം ബേസാണ് ശരിക്കും ഓരോ അധ്യായങ്ങളും എന്നാണ്. ആദ്യത്തെ അധ്യായം കൊണ്ട് മനുഷ്യ ശരീരത്തിന്റെ ആ നശ്വരഭാവത്തെ കാണിച്ചു തന്നു എന്നാണ്. പക്ഷെ ആ മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയത് എന്തിനാണ്? ആ കിട്ടിയ മനുഷ്യ ശരീരം കൊണ്ട് നേടേണ്ടത് എന്താണ് എന്നാണ് ഇനിയുള്ള വസുദേവ നാരദ സംവാദത്തിലൂടെ നമ്മളെ ബോധിപ്പിക്കുന്നത് വ്യാസ ഭഗവാനാണ്. അതിനെ കാണിച്ചു തരികയാണ് അടുത്ത അധ്യായങ്ങളിലൂടെ. അപ്പൊ ഇതിലൂടെ ഇപ്പോ ബ്രാഹ്മണ ശാപം ഭഗവാന്റെ ഇച്ഛ കൊണ്ട് ഇവിടെ സംഭവിക്കുന്നതാണ് എന്ന് കാണിച്ചു തരികയാണ്. ഭഗവാന്റെ ഇച്ഛയാണ് ലോകത്തെ തന്നെ നയിക്കുന്നത് എന്നാണ്. അതിനപ്പുറത്തെ വേറെ ഒരു ശക്തിയും ഇല്ല. അപ്പൊ ഇവിടെ തൻ്റെ ആ വംശത്തെ ആർക്കും ജയിക്കാൻ കഴിയാത്തതാണ് തൻ്റെ വംശം. അവര് സ്വയം തമ്മിൽ തല്ലി നശിക്കണം. അതിനൊരു ശാപം ഗാന്ധാരിയുടെ കാരണമുണ്ട് എന്നാണ്. അതിനെ കൂടെ സത്യമാക്കി തീർത്തിട്ട് വേണം ഇത് നശിപ്പിക്കാൻ എന്ന് തീരുമാനിച്ചിട്ടാണ് ഭഗവാൻ ഇനി ആ യാദവന്മാർക്ക് ഇങ്ങനെ ഒരു ബ്രാഹ്മണ ശാപം കൊടുക്കുന്നത് എന്നാണ് കാണിച്ചു തരുന്നത്.
അപ്പൊ ഈ ബ്രാഹ്മണ ശാപം കിട്ടിയിട്ടുള്ള ഈ യാദവന്മാര് ഇനിയിപ്പോ പ്രഭാസ തീർത്ഥക്കരയിൽ ഇരുന്ന് ഇനി കുറച്ച് കഴിയുമ്പോൾ അത് അവസാന ഏകാദശത്തിന്റെ അവസാനത്തില് ആ ബ്രാഹ്മണ ശാപത്തിൽപ്പെട്ടിട്ട് യാദവന്മാരുടെ നാശത്തെ കുറിച്ച് അവിടെ വിസ്തരിച്ച് കാണിച്ചു തരുന്നുണ്ട്. നോക്കൂ, ഈ യാദവന്മാർക്ക് ഭഗവാന്റെ ഭാവത്തെ ശരിക്കറിയാനുള്ള കഴിവ് മുഴുവൻ ഉണ്ടായിരുന്നില്ല. ആ ഭഗവാന്റെ കൂടെ നടന്നിട്ടും ഭഗവാന്റെ പ്രഭാവം മനസ്സിലാക്കിയിട്ട് ഭഗവാനിൽ നിന്ന് നേടേണ്ടത്, ഭഗവാൻ എന്ന് വെച്ച ജ്ഞാനസ്വരൂപനാണ്. അപ്പൊ ഭഗവാനോട് കൂടി നടന്നു കഴിഞ്ഞാൽ ഭഗവാനിലുള്ള ആ ജ്ഞാനത്തെയാണ് നമ്മൾ സ്വാംശീകരിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. അതിന് മെനക്കെടാണ്ട് ഈ പ്രപഞ്ചത്തിലെ ഭോഗസുഖങ്ങളിൽപ്പെട്ട് അല്ലെങ്കിൽ ഐശ്വര്യാദികളിൽപ്പെട്ട് ഭഗവാനെ മറന്നു ഈ യാദവന്മാര് എന്നാണ്. അത് പ്രത്യേകിച്ച് ആ വിതുരനും ഉദ്ധവനും തമ്മിലുള്ള സംവാദത്തില് ആ ഉദ്ധവൻ ശരിക്ക് യാദവന്മാരുടെ ഈ ഭാഗ്യ ദോഷത്തെ കുറിച്ച് ആലോചിച്ച് കരയുന്നുണ്ട്, വിതുരനോട് പറയുന്നുണ്ടത് എന്നാണ്. ഞാൻ മനസ്സിലാക്കി, മറ്റുള്ളവർ മനസ്സിലാക്കിയില്ല എന്നാണ്. കാരണം ആ ഉദ്ധവൻ പോലുള്ള അത്യാവശ്യ ആളുകൾക്ക് മാത്രമേ ഭഗവാന്റെ പ്രഭാവം മനസ്സിലാക്കിയിട്ട് ഭഗവാനിലുള്ള ജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള യാദവന്മാരൊക്കെ ഉദ്ധവനെ പോലെ തന്നെ ഭഗവാന്റെ കൂടെ നടന്ന കൂട്ടരാണ്. പക്ഷെ അവർക്കൊന്നും ഉദ്ധവര് ഭഗവാനെ മനസ്സിലാക്കിയതുപോലെ ഭഗവാനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? അവര് ഈ ഐശ്വര്യാദികളിൽപ്പെട്ട് അഹങ്കരിച്ചു. ഈ അഹങ്കാരികളാണ് ശരിക്കും പറഞ്ഞ ഈ യാദവന്മാര്. ഈ അഹങ്കാരം വരുമ്പോ ഐശ്വര്യാദികളിലൊക്കെ ഭ്രമിച്ച അഹങ്കാരം വരുന്ന സമയത്ത് നമുക്ക് വേണ്ടത് തോന്നില്ല, നേടേണ്ടത് നേടാൻ കഴിയില്ല. പിന്നെ ഈ സംസാരത്തില് ആ ജീവൻ ആ ചെയ്ത കർമ്മത്തിന്റെ ഫലത്തിനനുസരിച്ചിട്ട് ജനിച്ചും മരിച്ചും ഈ സംസാര ദുഃഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ആദ്യത്തെ അധ്യായം അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് ആ രണ്ടാമത്തെ അധ്യായത്തില് ആ വസുദേവ നാരദ സംവാദത്തെ അതായത് നിമി നവയോഗി സംവാദത്തിൽ നിന്ന് അനുസ്മരിക്കുകയാണ് ആ വസുദേവ നാരദ സംവാദത്തിലൂടെ ചെയ്യുന്നത് എന്നാണ്. അതില് ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യാം ഗുരുദ്വഹ അവാസി നാരദോ വീഷ്ണം കൃഷ്ണോപാസനലാലസ പറയാണ് പരീക്ഷത്തെ. ഭഗവാന്റെ കൈകളാൽ സംരക്ഷിക്കപ്പെടുന്ന ദ്വാരകയില്, ഭഗവാനാണല്ലോ ദ്വാരകാധീശനായിട്ടിരിക്കുന്നത്, ആ ദ്വാരകയില് കൃഷ്ണോപാസനയില് അത്യാഗ്രഹമുള്ളവനായിട്ട് ശ്രീനാരദ മഹർഷി പലപ്പോഴും വരുന്നതാണ്. ആ നാരദൻ ഇങ്ങനെ ത്രൈലോക്യം മുഴുവൻ എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നാരദൻ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശാപമുണ്ട്, ഒരിടത്തും ഇരിക്കപ്പുറത്തി ഇല്ലാണ്ട് പോട്ടെ എന്ന്. പണ്ട് ദക്ഷൻ ശപിച്ചതാണ്. ഈ തന്റെ പുത്രന്മാരായിട്ടുള്ള ശബളാശ്വന്മാരെയും അതുപോലെ തന്നെ 20,000 പുത്രന്മാരെ എന്നൊക്കെ 2 തവണയായിട്ട് 10,000 പുത്രന്മാരെ സന്യസിപ്പിച്ചു എന്നാണ്. ആ സന്യസിപ്പിച്ചത് കൊണ്ട് ദക്ഷൻ കൊടുത്ത ശാപമാണ് നാരദന് ഒരിടത്തും ഇരിക്കാൻ പറ്റാണ്ട് പോട്ടെ എന്ന്. അങ്ങനെ ഒരു ശാപം നാരദനുണ്ട്. അങ്ങനെയുള്ള നാരദൻ ത്രൈലോക്യം മുഴുവൻ എപ്പോഴും ചുറ്റി സഞ്ചരിക്കും. ഇതിനു വേണ്ടിയിട്ട് നാരദനെ കൊണ്ട് നാരം ദദാദീതി നാരദ എന്നാണ്. ആ നാരദം അതായത് നാരദന്റെ പ്രവൃത്തി പരമാത്മജ്ഞാനത്തെ ജീവന്മാർക്ക് ഉപദേശിക്കുക എന്നുള്ളതാണ്. അപ്പൊ ലോക ഗുരുവാണ് ശരിക്കും പറഞ്ഞ നാരദൻ, ഗുരുനാഥനാണ്. നമുക്ക് ഏത് പുരാണങ്ങൾ എടുത്താലും നാരദനെ കാണാതിരിക്കില്ല. ഒരു ജീവനെ ഈശ്വരനിലേക്ക് നയിക്കുന്നത് ഈ നാരദനാണ്. അപ്പൊ പരമാത്മജ്ഞാനത്തെ കുറിച്ച് ഉപദേശിച്ച് അല്ലെങ്കിൽ ആ ജ്ഞാനം കൊടുത്ത് ജീവന്മാരെ പരമഗതിയിലേക്ക് നയിക്കുന്ന ആളാണ് ശ്രീനാരദൻ. അതുകൊണ്ട് അദ്ദേഹം ഒരിടത്തും ഇരിക്കാണ്ട് ലോകത്തില് ത്രൈലോക്യത്തിലെ എല്ലാ ജീവന്മാർക്കും ക്ഷേമം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശാപം തന്നെ അനുഗ്രഹമായിട്ട് സ്വീകരിച്ച് ലോകസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുക. ഭഗവാനെ എപ്പോഴും ഉപാസിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ശ്രീനാരദൻ. അതുകൊണ്ടോ അദ്ദേഹം കൂടെ ദ്വാരകയിലേക്ക് വരുന്നതാണ്. ദ്വാരകയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോ നമുക്ക് സംശയം തോന്നാം, നാരദനെ ഒരിടത്ത് ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ട് പോട്ടെ എന്നുള്ളതല്ലേ ശാപം. അപ്പൊ എങ്ങനെയാണ് ദ്വാരകയിൽ ഇരിക്കുക എന്നാണെങ്കിൽ ആ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ശാപം ഒന്നും ഭരിക്കില്ല. അതുകൊണ്ട് ഇപ്പോ നാരദൻ ദ്വാരകയിലെത്തിയാൽ ശാപം മാറി നിൽക്കുക. അപ്പൊ ഇപ്പൊ അദ്ദേഹത്തെ ശാപം ബാധിക്കില്ല എന്നർത്ഥം. അതുകൊണ്ട് അദ്ദേഹം ഭഗവാന്റെ അടുത്ത് എപ്പോഴും വന്ന് താമസിക്കുന്നതാണ്. അപ്പോ ഒരിടത്തും സ്ഥിരമായിട്ട് താമസിക്കരുതെന്ന് നാരദന് ശാപം കിട്ടിയിട്ടുണ്ടെങ്കിലും ഭഗവത് സാന്നിധ്യമുള്ള ദ്വാരകയിൽ വരുമ്പോ ആ ശാപം ബാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാനെ കാണാനും ഭഗവാനുമായിട്ട് കുശലപ്രശ്നങ്ങൾ ചെയ്യാനും സത്സംഗത്തിന് വേണ്ടിയിട്ട് ശ്രീനാരദ മഹർഷി എപ്പോഴും ദ്വാരകയിലേക്ക് വരുന്നത് എന്നാണ്. അങ്ങനെ ദ്വാരകയിലേക്ക് വന്ന് കോനുരാജന്യന്ദ്രിയവാൻ മുകുന്ദചരണാംബുജം നഭജേ സർവതോ മൃത്യുരുപാസ്യമരോത്തമൈ.
അങ്ങനെ ദ്വാരകയിലേക്ക് വന്ന് ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്ത് ആ ശ്രീനാരദ മഹർഷി ആ വസുദേവരുടെ ഗൃഹത്തിലേക്ക് പോവുകയാണ്. ഇവിടെ പറയുകയാണ്, എല്ലാ തരത്തിലും മൃത്യുവിന് അധീനനായിട്ടുള്ള മനുഷ്യനും ഇന്ദ്രിയങ്ങൾക്ക് അധീനനുമായിട്ടുള്ള ഏതൊരു മനുഷ്യനാണ് ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാരും കൂടി സേവിച്ചു കൊണ്ടിരിക്കുന്ന മുകുന്ദ ചരണാംബുജത്തെ ഭജിക്കാതിരിക്കുക. നോക്കൂ, മോക്ഷം തന്നെ കൊടുക്കുന്ന ആളാണ്. ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാര് കൂടി സേവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ഭഗവാൻ. അപ്പൊ ആ ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാർക്ക് പോലും ആശ്രയീഭൂതനും സേവിക്കുന്ന സകല ജീവന്മാർക്കും മോക്ഷാനുഭവത്തെ കൊടുക്കുന്ന ആളുമായിട്ടുള്ള ഭഗവാൻ ഏതു തരത്തിലും ശരിക്കും ആ ഭഗവാനെ മനുഷ്യന്മാരെ ആശ്രയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ കർത്തവ്യം തന്നെയല്ലേ. കാരണം മനുഷ്യന്റെ സ്വഭാവം എന്താ? എപ്പോഴാ മൃത്യു വരിക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. എപ്പോഴും ആ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് അല്ലെ. സർവതോ മൃത്യു എന്നാണ്. എല്ലാ തരത്തിലും മൃത്യുവിന് അധീനനായിട്ടിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾക്ക് അധീനനുമാണ് ആ മനുഷ്യൻ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ആള് എപ്പോഴാ മരണം വരിക, മരണം നിശ്ചയമായിട്ടുള്ള ഒരാള് തീർച്ചയായിട്ടും ഭഗവാന്റെ പാതാരവിന്ദത്തെ ആശ്രയിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ ആരും ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കാതിരിക്കില്ല. ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാര് കൂടി ആരാധിക്കുന്നു എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യന്മാരുടെ അവസ്ഥ പറയാനുണ്ടോ? ത്വമേകദാതു ദേവഋഷിം വസുദേവോ ഗൃഹാഗതം അർച്ചിതം സുഖമാസീനം അഭിവാദ്യേതം അബ്രവീത്. അങ്ങനെ ഭഗവാനെ ഉപാസനയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വസുദേവരുടെ ഗൃഹത്തിലെത്തി എന്നാണ് നാരദൻ. ആ ദേവഋഷിയായിട്ട് ശ്രീനാരദനെ കണ്ട ഉടനെ വസുദേവൻ ചാടി എഴുന്നേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന് നമസ്കരിച്ച് ആസനം നൽകി ഇരുത്തി വേണ്ടതുപോലെ പൂജിച്ച് അദ്ദേഹത്തിന് കാൽ തടവി കൊടുത്ത് അദ്ദേഹത്തിന്റെ പാദത്തിന്റെ താഴെ ഇരുന്നു കൊണ്ട് അദ്ദേഹം വസുദേവന് പറയുകയാണ്, അല്ലയോ നാരദ മഹർഷേ, ഭഗവൻ ഭവതോ യാത്ര സ്വസ്ഥയേ സർവദേഹിനാം കൃപണാനാം യഥാ പിത്രോർ ഉത്തമ ശ്ലോകവത്മനാം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആഗമനം തന്നെ ഈ അച്ഛൻ പുത്രന്മാരെ അനുഗ്രഹിച്ച് അവർക്ക് ക്ഷേമം ഉണ്ടാക്കുന്നത് പോലെ സർവ നൽകാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ ഭജിക്കുന്ന. അപ്പോ ഒരു ഭക്തൻ ഒരു ദേശത്തിലുണ്ടായാൽ ആ ഭക്തന്റെ പ്രഭാവം കൊണ്ട്, എന്താ ഭക്തന്റെ പ്രഭാവം? ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാനെ യാതൊരു തരത്തിലുള്ള അതായത് ഫലവും കാക്ഷിക്കാതെ ഭഗവാനെ ഭജിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്തൻ ഉണ്ടായിട്ടുള്ള ദിക്കില് സകലദേഹികൾക്കും ആ ഭക്തന്റെ സാന്നിധ്യം കൊണ്ട് ശാന്തിയും സമാധാനവും അനുഭവിക്കാനായി കൊണ്ട് കഴിയും. അപ്പൊ അങ്ങനെയാണ്, അതിനു വേണ്ടിയിട്ടാണല്ലോ അങ്ങ് ഇപ്പൊ ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നാരദൻ സർവദേഹികളുടെയും നാരത്തെ അല്ലെങ്കിൽ പാപത്തെ നശിപ്പിക്കുന്നവനാണ് എന്നാണ് പറഞ്ഞതിന്റെ സാരം എന്നാണ്. ഭൂതാനാം ദേവചരിതം ദുഃഖായ സുഖായ സുഖായ ഇവഹി സാധൂനാം ത്വാദൃശാം അച്യുതാത്മനാം. ഇപ്പോ ഈ ദേവന്മാരുടെ അവസ്ഥ എന്താ അറിയോ? ഇന്ദ്രാദി ദേവന്മാരുടെ പ്രഭാവം ജീവന്മാർക്ക് സുഖത്തെയും ദുഃഖത്തെയും കൊടുക്കുന്നതാണ്. അങ്ങനെയാ ദേവന്മാരുടെയൊക്കെ അവസ്ഥ. അതായത് അവരുടെ അനുഗ്രഹം ചിലപ്പോ സുഖമായിട്ട് ഭവിക്കാം, ചില സമയത്ത് ദുഃഖമായിട്ട് ഭവിക്കാം. ഇപ്പോ മഴ ഇല്ലാതായാലും ദുഃഖമാണ് അല്ലേ? മഴ കൂടിയാലും ദുഃഖം. ഇതാണ് ദേവന്മാരുടെ അനുഗ്രഹം. ആ നിലയിലാണ്. ഉണ്ടായാലും ചിലപ്പോൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും, അതുപോലെ ഇല്ലാതായാലും ദുഃഖിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ ആ ഇന്ദ്രാദി ദേവന്മാരുടെ വ്യാപാരം പ്രാണികൾക്ക് ശരിക്ക് ആ സുഖവും ദുഃഖവും, കാരണം ഇന്ദ്രാദി ദേവന്മാരൊക്കെ ആ തന്നെ ഭജിക്കുന്നവരുടെ കർമ്മഫലത്തെയാണ് കൊടുക്കുക. അപ്പൊ ആ കർമ്മഫലത്തിനനുസരിച്ച് നമുക്ക് വരുന്ന അനുഭവങ്ങള് ചിലപ്പോ സുഖമായിട്ടും ചിലപ്പോ ദുഃഖമായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോ അങ്ങേപ്പോലുള്ള മഹാത്മാക്കള് ഒരു ഗൃഹത്തിൽ വരുന്നത് ദുഃഖിതനായിട്ട് ആ ഗൃഹസ്ഥനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ദേവന്മാർ അങ്ങനെയല്ല. ദേവന്മാർ അവരെ ഭജിക്കുന്നവരെ മാത്രം അനുഗ്രഹിക്കുക, സേവിക്കാത്തവരെ അനുഗ്രഹിക്കൂല്ല. എന്നാൽ അങ്ങേപ്പോലുള്ള സജ്ജനങ്ങള് എല്ലാവർക്കും എപ്പോഴും സുഖത്തെ മാത്രം നൽകുന്ന ആളുകളാണ്. ഞാൻ പൂർവജന്മത്തില് വളരെ കാലം തപസ് ചെയ്തിട്ടാണ് ഭൂതാനാം ദേവചരിതം ദുഃഖായ സുഖായ ഹി സാധൂനാം ത്വാദൃശാമച്യുതാത്മനാം ഭജന്തിയേ യഥാ ദേവാൻ ദേവ അഭി തദൈവതാൻ ചായേവ കർമ്മ സജീവ സാധവോ ദീനവത്സല. ഇപ്പൊ ദേവന്മാര് അവരവരുടെ ആ ഭജിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മഫലത്തെ കൊടുത്ത് അനുഗ്രഹിക്കുന്ന കൂട്ടരാണ്.
അപ്പോ സാധുക്കൾ അങ്ങനെയല്ല. നാരദനെ പോലുള്ള മഹാത്മാക്കളുടെ സ്വഭാവം എന്താ? സാധവോ ദീനവത്സല. ദീനവത്സലന്മാർ. ചിലർ ഏത് വിധത്തിൽ ഏത് ദേവനെ ഭജിക്കുന്നുവോ ആ ദേവന്മാരും തങ്ങളെ ഭജിക്കുന്നവരെ ആ വിധത്തിൽ അനുഗ്രഹിക്കുന്നു എന്ന് മാത്രം. അതായത് ഒരാളെ നിഴല് പിന്തുടരുന്നത് പോലെ ഈ ദേവന്മാര് തങ്ങളെ ആശ്രയിക്കുന്നവരെ മാത്രം അനുഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് അവരെ കർമ്മത്തിന് അധീനന്മാരാണ്. എന്നാൽ സാധുക്കളായിട്ട് നിങ്ങളെപ്പോലുള്ള മഹർഷിമാരുടെ സ്വഭാവം എന്താ? സാധവോ ദീനവത്സല. സാധുക്കളുടെ സ്വഭാവം ദീനവത്സലന്മാർ. എത്ര അപാര കാരുണ്യം മഹാത്മാക്കൾക്കല്ലാണ്ട് വേറാർക്കും ഇല്ല. ആരാണോ അവരെ ആശ്രയിച്ച് ലോകത്തിലെ കണ്ടവർക്കൊക്കെ എല്ലാവർക്കും പരസ്യമായിട്ട് അല്ലെങ്കിൽ പരക്കെ അവരെ അനുഗ്രഹിക്കുന്ന സ്വഭാവമാണ് സാധുക്കൾക്ക് എന്നാണ്. അവർക്ക് ആ പര എന്ന ഭേദമില്ല എന്നാണ്. അങ്ങനെ പറയുമ്പോ ഒരു കഥ ഞാനത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് ഒരു സത്സംഗത്തിൽ പറയണ കേട്ടതാ ഒരു മഹാത്മാവ് എന്നാണ്. അതായത് യമലോകത്ത് ഒരാന മരിച്ചിട്ട് അവിടെ എത്തിയെന്ന യമൻ ഈ ആനയുടെ ജീവനെ കുളിച്ച ചീത്ത പറയുക. നാണമുണ്ടോ നിനക്ക് ഇത്ര വലിയൊരു ശരീരം തന്നിട്ട് താൻ ഇങ്ങനെ ഒരു മനുഷ്യന് അധീനനായിട്ട് കഴിയേണ്ടി വന്നില്ലേ? ആദ്യം ഞാൻ ഒരു നായിയായിട്ടാണ് തന്നെ സൃഷ്ടിച്ചത് എന്നാണ്. അപ്പോഴാണ് മനുഷ്യന്മാർക്ക് കാവല് കിടന്നു ഒന്ന് പരിച്ചും കൊണ്ട് എന്നാണ്. അത് കഴിഞ്ഞ് അടുത്ത് ഒരു പൂച്ചയായിട്ട് ജന്മം തന്നു. അപ്പോഴും ആ യജമാനന്റെ പിന്നിൽ മ്യാവൂ മ്യാവൂ എന്നും പറഞ്ഞ് അയാളുടെ കാലിനെ സേവിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇതിന് രണ്ടും വേണ്ട, വലിയൊരു ജീവി തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് കരയിലെ ഏറ്റവും വലിയ ജീവിയാണല്ലോ ആന. ആനയായിട്ട് നിനക്ക് ജന്മം തന്നത്. എന്നിട്ട് ഇത്ര വലിയൊരു ശരീരം കിട്ടിയിട്ടും ഒരു മനുഷ്യൻ അധീനനായിട്ട് ശരിക്കും അവൻ നിയന്ത്രിക്കുന്നതിനനുസരിച്ച് അവനെ തന്റെ പുറത്ത് കയറ്റിയിട്ട് അവന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ജീവിച്ചത്. നാണമുണ്ടോ എന്നാണ്. അപ്പൊ ഈ ആന പറഞ്ഞോത്ര യമനോട്, അതെ ഈ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം അങ്ങേക്ക് അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ എന്തും ജയിക്കാൻ ഒരു മടിയുമില്ല മനുഷ്യന് എന്നാണ്. അപ്പൊ എന്താ പറയണത്? എനിക്ക് മനുഷ്യന്റെ സ്വഭാവം അറിയാതിരിക്കേ? യമൻ പറയുക, ഇഷ്ടം പോലെ മനുഷ്യന്മാർ ഇവിടെ വരുന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് മനുഷ്യന്റെ സ്വഭാവം ഒക്കെ തന്നേക്കാളും കൂടുതൽ അറിയാം എന്നാണ് യമൻ. അപ്പൊ എന്താ ആന പറഞ്ഞത്? അതെ, അത് സാധാരണ മനുഷ്യൻ മരിച്ചിട്ട് വരുന്നതല്ലേ, ജീവനോടെ ഒരുത്തനെ കൊണ്ടുവന്ന് നോക്കൂ, അപ്പോഴറിയാം ഒരു മനുഷ്യൻ വിചാരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോ യമൻ ആശ്ചര്യം തോന്നി. എന്നാ ഒരു മനുഷ്യനെ ജീവനോടുകൂടി പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരണം, ശരീരത്തോടു കൂടി കൊണ്ടുവരണം എന്ന് വിചാരിച്ചു. അതിനെ യമദൂതന്മാരെ ചട്ടം കെട്ടിയിട്ട് ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഈ യമകിങ്കരന്മാര് ഭൂമിയിലൂടെ വരുമ്പോ ഒരു ആൽത്തറയുടെ മീതെ ഒരു കട്ടിലില് കിടക്കുന്ന ഒരു സന്യാസിയെയാണ് അവർക്ക് കണ്ടത് എന്നാണ്. സന്യാസി എന്താ ചെയ്തത്? ഇവര് ശരിക്ക് ആ കട്ടിലിന്റെ കാലോടുകൂടി ശരിക്ക് കട്ടിലോടുകൂടി ഉയർത്തിയിട്ട് യമകിങ്കരന്മാര് അദ്ദേഹത്തെ കൊണ്ട് പുറപ്പെടുകയാണ്. ഈ സന്യാസി ഉണർന്നു നോക്കിയപ്പോഴാണ് യമകിങ്കരന്മാരാണ് തന്നെ ചുമന്നു കൊണ്ടുപോകണത് എന്ന് മനസ്സിലായത്. ഒരു പരിഭ്രമം ഉണ്ടായില്ല. വേഗം എഴുന്നേറ്റിരുന്നു, പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പറും ഒരു പെൻസിലും എടുത്തു, എന്തോ ഒന്ന് എഴുതി, വീണ്ടും ആ പേപ്പർ മടക്കി പെൻസിലും പേപ്പറും പോക്കറ്റിൽ തന്നെ ഇട്ട് സുഖമായിട്ട് ആ കട്ടിലിൽ കിടന്നു. ഒരു പരിഭ്രമം ഉണ്ടായില്ല. നേരെ യമലോകത്തെത്തി എന്നാണ്. യമലോകത്തെത്തി ഉടനെ യമൻ ചോദിച്ചു, ഇദ്ദേഹം ആരാണ് എന്നാണ്. അപ്പൊ എന്താ ഈ സന്യാസി ചെയ്തത്? പോക്കറ്റിലുള്ള ആ പേപ്പർ ഉണ്ടല്ലോ, കടലാസ്, അതെടുത്ത് ആ യമന്റെ ഭടന്റെ കയ്യിൽ കൊടുത്തു. ആ യമഭടൻ യമന്റെ കയ്യിൽ ആ ചീട്ട് കൊണ്ട് കൊടുക്കുകയാണ്. അദ്ദേഹം അത് തുറന്ന് വായിച്ചുടനെ ഇരുന്ന സ്ഥാനത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് ഒന്ന് സല്യൂട്ട് അടിച്ചു, നമസ്കാരം പറഞ്ഞിട്ട് വരൂ ഇങ്ങോട്ട് വന്നിരുന്നോളൂ എന്നാണ്. എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? അതായത് യമപുരത്തിലുള്ള യമൻ അറിയാൻ വിഷ്ണു ഭഗവാൻ എഴുതുന്നത്, ഈ വരുന്ന ആള് എന്റെ സ്വന്തം ആളാണ്, ഇദ്ദേഹമാണ് ഇനി കുറച്ചു കാലത്തേക്ക് ഈ യമന്റെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാൻ സംയമനീപുരിയിൽ ഉണ്ടാവുക, അതുകൊണ്ട് യമൻ സ്ഥാനം ഒഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുക്കണം എന്നാണ്. ഇത് കണ്ടപാട് ഈ നമ്മുടെ യഥാർത്ഥ യമൻ ഈ സന്യാസിയെ നമസ്കരിച്ച് അദ്ദേഹത്തെ തന്റെ സ്ഥാനത്ത് കൊണ്ടിരുത്തിയെന്നാണ്. അപ്പോഴാണ് യമപുരിയിലേക്ക് മഹാഭാവികളെ കൊണ്ടുവരികയാണ്. ഒരാളെ കൊണ്ടുവന്നു. എന്താ ഇയാൾ ചെയ്ത തെറ്റ് എന്നാണ്? 10 ആളെ കൊന്നിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഇയാളെ ഏത് നരകത്തിലേക്കാണ് അയക്കേണ്ടത് എന്നാണ് യമഭടന്മാർ. ഉടനെ പുതിയ യമൻ എന്താ പറഞ്ഞത്? ഇദ്ദേഹത്തെ നേരെ വൈകുണ്ഠത്തിലേക്ക് അയക്കൂ എന്നാണ്. അപ്പോ യമഭടന്മാർക്ക് സംശയം, ഇത് 10 ആളെ കൊന്ന ആളാ. അതെ, 10 ആളെ കൊന്നാവട്ടെ, പക്ഷെ ഇനി നരകത്തിലേക്കുള്ള അതായത് പോക്കൊന്നും വേണ്ട. എന്തായാലും എന്റെ മുമ്പിൽ എത്തിയില്ലേ, ഇനി ഞാൻ പറയണതാണ് നിയമം, എന്റെ ഇഷ്ടമാണ് ഇവിടെ നടക്കേണ്ടത്, അതുകൊണ്ട് ഇദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് അയക്കുക.
വൈകുണ്ഠത്തിലേക്ക്. അദ്ദേഹം പറഞ്ഞാൽ പിന്നെ നടപ്പാക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, വൈകുണ്ഠത്തിലേക്ക് അയക്കുക. അത് കഴിഞ്ഞ് അടുത്ത് വീണ്ടും ഒരാളെ കൊണ്ടുവരിക. അയാൾ ധാരാളം കള്ളക്കണക്ക് എഴുതിയിട്ട് ഒരുപാട് സമ്പത്ത് സമ്പാദിച്ച ആളാ. ഇയാൾ ചെയ്ത തെറ്റ് ഇതാണ് എന്ന് പറഞ്ഞപ്പോ അയാളെയും വൈകുണ്ഠത്തിലേക്ക് അയക്കാനാ പറഞ്ഞു. ഇങ്ങനെ വരുന്ന ആളുകളെ മുഴുവൻ, പാപികളെ മുഴുവൻ വൈകുണ്ഠത്തിലേക്ക് ഇങ്ങനെ അയക്കുക. വൈകുണ്ഠത്തിൽ ഇപ്പൊ നീണ്ട ക്യൂ ആണ്. അവിടെ ആളുകളെ താമസിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പൊ ഭഗവാനും കൂട്ടരൊക്കെ ആശ്ചര്യപ്പെട്ടത് എന്താ, ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോ വൈകുണ്ഠത്തിലേക്കാണല്ലോ വരുന്നത്, അല്ല ഭൂമിയിലെ വല്ല ദിവ്യന്മാരായിട്ടുള്ള മഹാത്മാക്കൾ അവതരിച്ചു എന്താണ്? അപ്പോഴാ പറഞ്ഞത് ഇതൊക്കെ യമപുരിയിൽ നിന്ന് വരുന്ന വണ്ടികളാണ്. അപ്പൊ യമപുരിയിൽ എന്താ വിശേഷം? അല്ല, യമപുരിയില് പുതിയ ഒരു യമൻ ചാർജ് എടുത്തിരിക്കുന്നു. ആ യമനാണ് ഇപ്പൊ വരുന്ന പാപികളെ മുഴുവൻ വൈകുണ്ഠത്തിലേക്ക് അയക്കുന്നത് എന്നാണ്. വിഷ്ണു ഭഗവാൻ ആശ്ചര്യപ്പെട്ടപ്പോ വിഷ്ണു ഭഗവാന്റെ ദൂതൻ പറഞ്ഞു, അങ്ങ് തന്നെ അയച്ച ആളാണ് ഇപ്പൊ യമലോകത്തിൽ ഈ തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ഞാൻ അയക്കേ? അതെ, അങ്ങനെയപ്പോ പറയണത് എന്നാ ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് വിഷ്ണു ഭഗവാൻ നേരിട്ട് പരിവാരങ്ങളോടുകൂടി യമപുരിയിൽ എത്തുകയാണ്. ചോദിച്ചു യമനോട്. യമൻ പറഞ്ഞു, അങ്ങ് അയച്ച ആളാണ് ഇപ്പൊ അദ്ദേഹമാണ് അത്ര ഇവിടുത്തെ ആള് എന്നും പറഞ്ഞിട്ട്, അപ്പൊ അദ്ദേഹമാണ് ഇപ്പൊ വരുന്ന ആളുകളെ മുഴുവൻ അങ്ങോട്ട് അയക്കുന്നത് എന്നാണ്. അപ്പൊ വിഷ്ണു ഭഗവാൻ ഈ സാധുവിന്റെ അല്ലെങ്കിൽ സന്യാസിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ആരാ അങ്ങ് സംശയം അങ്ങേക്ക്? അങ്ങ് അയച്ചത് തന്നെയെന്ന്. എന്താ ഞാൻ അയക്കേ? അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഈ ലോകത്തിൽ എല്ലാവരെയും ഭൂമിയിലേക്ക് അയക്കുന്ന ആളാരാ? ഭഗവാൻ തന്നെ അല്ലേ? അപ്പോ എന്നെ ഭൂമിയിലേക്ക് അയച്ചതും അവിടുന്ന് ആ യമന്റെ ഉള്ളില് ഇങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയിട്ട് യമഭടന്മാരെ ഭൂമിയിലേക്ക് അയപ്പിച്ചതും അങ്ങ്, ആ യമഭടന്മാരെ എന്നെ പൊക്കിക്കൊണ്ടുവന്ന് യമപുരിയിലേക്ക് എത്തിച്ചതും അങ്ങ്, ആ യമനോട് ഇങ്ങനെയൊക്കെ പറയണം എന്നുള്ള തോന്നലുണ്ടാക്കിയതും അതിനെ എന്നോട് എഴുതിപ്പിച്ചതും അങ്ങ് തന്നെ. ഇതൊക്കെ ഭഗവാൻ അല്ലാണ്ട് പറയുന്നതുണ്ടോ ഇവിടെ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നു. പിന്നെ എന്തിനാ ഈ പാപികളെ മുഴുവൻ അങ്ങോട്ട് അയച്ചത്? അല്ല ഭഗവാനെ, എനിക്കൊരു ചാൻസ് കിട്ടി യമനായിട്ടിരിക്കാൻ. അപ്പൊ എന്റെ മുമ്പിൽ വരുന്നതൊക്കെ പാപികളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ അങ്ങനെയുള്ള ആ പാപികൾക്ക് മോക്ഷാനുഭവത്തെ കൊടുക്കുക. കാരണം ഇങ്ങനൊരു ചാൻസ് കിട്ടിയാൽ അവർക്കൊക്കെ ഉത്കൃഷ്ടമായിട്ടുള്ള ഗതി കൊടുക്കേണ്ടതല്ലേ ആവശ്യം. അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ അങ്ങോട്ട് അയച്ചതാണ്. ഇനിയിപ്പോ അവിടത്തേക്ക് അത് ഇഷ്ടമല്ലാണ്ട് തോന്നുകയാണെങ്കിൽ അവരെയൊക്കെ തിരിച്ചയച്ചോളൂ. പക്ഷെ അങ്ങയുടെ വാക്കൊക്കെ മാറ്റേണ്ടി വരുന്നതാണ് അല്ലേ? ഏതൊരു സ്ഥാനത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജീവന്മാർക്ക് അടുത്ത് അതായത് തിരിച്ചു വരവില്ലയോ? ആ സ്ഥാനമാണ് വൈകുണ്ഠം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ ഇനി വൈകുണ്ഠത്തിൽ എത്തിയ ആൾ അങ്ങക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞതിനെയൊക്കെ മാറ്റേണ്ടി വരില്ലേ എന്നാണ്. ഇതാണ് മഹാത്മാക്കളുടെ സ്വഭാവം എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞത്. അതാണ് സാധവോ ദീനവത്സരന്മാരാണ്. അവര് ലോകത്തെ മുഴുവൻ എപ്പോഴും അനുഗ്രഹിക്കണം എന്ന സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണല്ലോ നിങ്ങളെപ്പോലുള്ളവര്. അതുകൊണ്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്നും പറഞ്ഞ് ഇനി നാരദനും ആ വസുദേവനും തമ്മിലുള്ള സംവാദമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അനുസ്മരിക്കാം. രണ്ടാമത്തെ അധ്യായത്തില് നവയോഗി സംവാദം ഭാഗവത ധർമ്മങ്ങളെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അനുസ്മരിക്കാം. ഏതായാലും ഇപ്പോ ഈ ഭഗവാന്റെ പാതാരവിന്ദങ്ങളില് നമുക്ക് ഈ ക്ലാസ് സമർപ്പിക്കാം. ഇന്ന് ഈ യജ്ഞ സമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടി ധന്യധന്യരായിട്ടുള്ള മഹാത്മാവാണ് ദുർഗ, ഉത്രം, ഭദ്ര, കാർത്തിക. ഇവരാണ് ഇന്നത്തെ യജ്ഞ സമർപ്പണം നടത്തി ഭഗവത് അനുഗ്രഹം നേടിയ കൂട്ടര്. ഏതായാലും അവർക്ക് ഈ തരത്തില് അവരെ അതിനെ പ്രേരിപ്പിച്ച ആള്, അതായത് കെയർ ഓഫ് രമാദേവി ഗാന്ധാരി അമ്മൻ കോവില്, അവരാണ്. ഇതാണ് ഒരു വഴികാട്ടിയായിട്ട് ഒരാളുണ്ടെങ്കിൽ ഇപ്പോ മഹാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ട് അതായത് നികൃഷ്ടന്മാർ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ദുരിതമുള്ള കൂട്ടർക്കും ഉത്കൃഷ്ടമായിട്ടുള്ള അനുഭവം കൊടുക്കുന്നത് പോലെ ഈ ഭക്തന്മാരുടെ മഹാത്മ്യങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ കഥകളെ കേൾക്കാനും അതിനെ അനുസ്മരിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അത് മറ്റുള്ളവരെ അതിനെക്കുറിച്ച് കേട്ട് അതിനെക്കുറിച്ച് ചിന്തിപ്പിക്കാനും ഒക്കെ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഇതിൽ അനുഭവസ്ഥന്മാരായിട്ടുള്ള ആളുകളാണ്. ഇപ്പോ ആ രമാദേവി ഇവരെ ഈ സമർപ്പണത്തിലൂടെ അവർക്ക് ഒരു പുണ്യം അനുഭവം ഉണ്ടായി എന്നത് മാത്രമല്ല, ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെയും അതിനുള്ള സാഹചര്യത്തെ ഉണ്ടാക്കി കൊടുത്തതാണ്. ഏറ്റവും വലിയ ദാനം ജ്ഞാനദാനാണ്. അപ്പൊ ഈ കേൾക്കുന്ന ആളുകൾക്കൊക്കെ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് ഇന്നത്തെ സമർപ്പണക്കാരാണ്. അപ്പൊ അവരുടെ ഈ സമർപ്പണത്തിന്റെ ഫലം ജന്മജന്മാന്തരങ്ങള് അവർക്ക് അതിന്റെ അനുഭവിക്കാൻ കഴിയും. എല്ലാവിധ അനുഗ്രഹങ്ങളും ശ്രീ ഗുരുവായൂരപ്പന്റെ അവർക്കുണ്ടാവും. മാത്രമല്ല
മേലിലും ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഈ തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവും അതുപോലെ തന്നെ സന്മനസ്സും ഈശ്വരൻ അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഈ തരത്തിലുള്ള സൽക്കർമ്മം നടത്താനായിട്ട് അവർ പുറപ്പെട്ടത്, അവരുടെ ആഗ്രഹം പൂർണ്ണമായിട്ടും ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ഈ സത്സംഗത്തിൽ പങ്കെടുത്ത് ഈ പ്രഭാഷണം ശ്രവിക്കുന്ന ഓരോ ശ്രോതാക്കളും മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ആ ഓരോരുത്തരും ഇനിയുള്ള ദിവസങ്ങളിൽ സമർപ്പണത്തിനായിട്ട് മുന്നിട്ട് വന്ന് ഭഗവാന്റെ അനുഗ്രഹം, അതായത് ഈ കൊറോണ എന്ന മഹാമാരി ബാധിച്ച് അതായത് വ്യാപിച്ച് ലോകം മുഴുവൻ ഭയന്നിരിക്കുന്ന സമയത്തും നമുക്കിപ്പോ ഇവിടെ ഇരുന്ന് ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തില് അതിന്റെ ബേസില് നമുക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനും ഭഗവാനെ കുറിച്ച് സ്മരിക്കാനുള്ള അവസരം ഉണ്ടായി തീർന്നിരിക്കുകയാണ്. അപ്പൊ അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തണം എന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിച്ചിട്ട് ഈ സത്സംഗത്തെ ഭഗവത് പാദാരവിന്ദങ്ങളെ സമർപ്പിക്കണം. ഇന്ന് യജ്ഞസമർപ്പണം നടത്തിയിട്ടുള്ള ദുർഗ, ഭദ്ര തുടങ്ങിയവർക്ക് ഭഗവത് അനുഗ്രഹം വീണ്ടും വീണ്ടും അവർക്ക് അവരുടെ തറവാടിന് കുടുംബത്തിന് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ഭഗവത് പാദാരവിന്ദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അടുത്ത ദിവസം അനുസ്മരിക്കാം. കായേന വാച മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.